അടുത്തത് ഒരു തീ പാറുന്ന സംവാദം. മനുഷ്യർക്ക് മനുഷ്യരോട് ചെയ്യാവുന്ന ഏറ്റവും നീചമായ കുറ്റകൃത്യമാണ് വംശഹത്യ. ലോകത്ത് എവിടെ അത്തരമൊരു കുറ്റകൃത്യം നടന്നാലും അതിനെ തുറന്നെതിർക്കേണ്ടതുണ്ട്. അതേസമയം എല്ലാ മരണങ്ങളെയും വംശഹത്യ എന്ന് വിളിക്കുന്നത് വഴി മനുഷ്യരാശിയോട് ചെയ്ത ഏറ്റവും വലിയ കുറ്റകൃത്യത്തെ ലഘൂകരിക്കുന്നതും അനീതി തന്നെയാണ്. ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണോ? വംശഹത്യയാണെങ്കിൽ അതിനെ എതിർക്കുക, അല്ലെങ്കിൽ ആ പ്രയോഗത്തെ എതിർക്കുക. ഈ നിർണായക വിഷയത്തിൽ സംവദിക്കാൻ തീ പാറുന്ന സംവാദവേദിയിലേക്ക് 2 പ്രമുഖർ കടന്നുവരുന്നു. അഡ്വക്കേറ്റ് ഹസ്കർ, സി രവിചന്ദ്രൻ. ഈ ചർച്ച നിയന്ത്രിക്കുന്നു സുശീൽ കുമാർ. Let's welcome them to the stage for a thought-provoking session that will spark new ideas. എല്ലാവർക്കും നമസ്കാരം. ആവേശകരമായ ലിറ്റ്മസ് 25-ൻ്റെ അവസാന സംവാദത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് ഹസ്കർ, RC രണ്ടുപേരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗാസയിൽ വംശഹത്യയോ എന്നുള്ളതാണ് നമ്മളുടെ സംവാദ വിഷയം. ഈ വിഷയം നമ്മൾ തീരുമാനിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതിനേക്കാൾ കുറേയേറെ മാറ്റങ്ങൾ ഇന്നത്തെ സാഹചര്യങ്ങളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ സംവാദത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ആരാണ് ആദ്യം സംസാരിക്കുന്നതെന്നുള്ള ഒരു ടോസിങ്ങിലേക്ക് കടക്കുകയാണ്. കോയിൻ ടോസ് കിട്ടുന്ന ആൾക്ക് തീരുമാനിക്കാം ആദ്യം ആര് സംസാരിക്കണമെന്ന്. പിന്നെ അവസാന ഘട്ടത്തിൽ ആദ്യം സംസാരിക്കുന്ന ആൾക്ക് അവസാനം കൺക്ലൂഡ് ചെയ്യാനുള്ള അവസരം നൽകുന്നതാണ് നമ്മൾ. ഓക്കെ സാർ. സാറിനോട് പറയുന്നത് സാർക്ക് ഏതാ വേണ്ടത്? എഡ് വേണോ സാറിനത്? ആദ്യത്തെ വിഷയാവതരണം 10 മിനിറ്റ് ഉള്ള റൗണ്ടാണ്. അതിനുവേണ്ടി ആദ്യം വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് ഹസ്കറിനെ ക്ഷണിക്കുന്നു. ആദരണീയരെ, പ്രിയപ്പെട്ടവരെ, യുദ്ധം അവസാനിക്കും, നേതാക്കൾ കൈകൊടുത്തു പിരിയും. ആ അമ്മ തൻ്റെ മകനെ കാത്തിരിക്കും. തൻ്റെ ധീരനായ പ്രിയതമനെ ഓർത്ത് അവൾ കാത്തിരിക്കും. ധീരനായ അച്ഛനെക്കുറിച്ച് ആ മക്കൾ കാത്തിരിക്കും. മെഹ്മൂദ് ദർവാഷ് എന്ന പാലസ്തീനിയൻ കവിയുടെ അതിപ്രശസ്തമായ വരികളുടെ ഭാഷാന്തര പരിണാമമാണ് അല്ലെങ്കിൽ വിവർത്തനമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഗസയിൽ വംശഹത്യയോ എന്നുള്ളത് ഒരു ചോദ്യമായി പോലും ചോദിക്കാൻ അവകാശമില്ലാത്ത ഒരു ജനതയാണ് ലോകത്തിന്ന് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യ സമൂഹമാണ് ജീവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്നുള്ളതിന് ആയിരക്കണക്കിന് തെളിവുകൾ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അത്തരമൊരു സന്ദേഹത്തിനു പോലും സാധ്യതയില്ലാത്ത വിധം മരിച്ച മനുഷ്യരുടെ മുടിനാരിഴകളാൽ കമ്പളം നെയ്ത് അടുത്ത ശൈത്യത്തിലേക്ക് കാത്തിരിക്കുന്ന 40 കിലോമീറ്റർ നീളവും 10 കിലോമീറ്റർ വീതിയുമുള്ള ഒരു കൊച്ചു തുരുത്തിലെ മനുഷ്യരെ, അതിൽ 65,000 മുതൽ 70,000 മനുഷ്യരെ കൊന്നൊടുക്കി എന്ന് വിവിധ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ അതിൽ 17,000 മുതൽ 20,000 കുഞ്ഞുങ്ങളാണ് മരിച്ചതെന്ന് നാം തിരിച്ചറിയുമ്പോൾ അതിൽ 2,000-ലധികം കുഞ്ഞുങ്ങൾ പാൽ പുഞ്ചിരി പോലും വിടർത്തുന്നതിനു മുമ്പേ, പാൽമണം മാറുന്നതിനു മുമ്പേ കൊല്ലപ്പെട്ടു എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ഗാസയിൽ നടന്നത് വംശഹത്യ അല്ല എന്ന് ചിന്തിക്കുക ഏതൊരു മനുഷ്യനും സാധ്യമല്ലാത്തതാണ്. ഗ്രേറ്റ തുൻബർഗിനെ ലോകമിന്ന് കാണുന്നത് ഒരു സ്വീഡിഷ് പരിസ്ഥിതിക പ്രവർത്തക എന്ന നിലയിലല്ല. ഗ്രേറ്റ തുൻബർഗിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇത് പ്രശസ്തമായിട്ടുള്ളൊരു വാക്യമുണ്ട്: ഞാൻ ആരെയാണോ ഭയപ്പെടുന്നത്,
ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിലെ ഓരോ പട്ടാളക്കാരനെയും ഭയപ്പെടുന്നതിന് മുമ്പേ ഞാൻ ഭയപ്പെടുന്നത് ഗസയിൽ നടക്കുന്ന വംശഹത്യയിൽ നിശബ്ദരായിരിക്കുന്ന മനുഷ്യകുലത്തിലെ ഓരോ വ്യക്തികളെയും ഞാൻ ഭയപ്പെടുന്നു എന്ന് പ്രഖ്യാപിച്ച ഗ്രീറ്റ തുംബർഗിനെ പോലെ ഗസയിൽ നടന്നത് വംശഹത്യ അല്ല എന്ന് പറയുന്ന ഏതൊരു മനുഷ്യരെയും ഭയപ്പോടോടുകൂടി മാത്രമേ നമുക്ക് നേർക്കാഴ്ചയിൽ കാണാൻ കഴിയൂ എന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ട് ഗസയിൽ നടന്നത് മനുഷ്യഹത്യ അല്ല എന്ന് ആരെങ്കിലും വാദിച്ചാൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇതായി വന്ന റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ഗസയിൽ ഉന്മൂലനം നടത്തപ്പെട്ട പലസ്തീൻ മനുഷ്യരുടെ അതിജീവനത്തിൻ്റെ കൂടി പ്രഖ്യാപനമായിട്ടാണ് ഒടുവിൽ ഈ യുദ്ധം അവസാനിക്കുമ്പോൾ നാം കാണുന്നത്. ഇന്നുപോലും പലസ്തീനികളായിട്ടുള്ള 135 മനുഷ്യരുടെ ശവശരീരങ്ങളാണ് ഇന്നുവരെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പലസ്തീൻ അധികാരികൾക്ക് ഇപ്പോൾ കൈമാറിയിട്ടുള്ളത്. ഇപ്പോൾ പറയും ഒക്ടോബർ 7, 2023 1200 മനുഷ്യരെ കൊന്നൊടുക്കിയ ഹമാസിൻ്റെ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് ഈ 70,000-ഓളം സാധാരണ മനുഷ്യർക്ക് പിടഞ്ഞു മരിക്കേണ്ടി വന്നത് എന്നതാണ് വാദമെങ്കിൽ ഗസയുടെ ചരിത്രം കൂടി പരിശോധിച്ചുകൊണ്ട് വേണം അതിലേക്ക് നാം പോകേണ്ടത് എന്ന വസ്തുത കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ആംനസ്റ്റി ഇൻ്റർനാഷണലും യുണൈറ്റഡ് നേഷൻസും ഒക്കെ ആവർത്തിച്ച് കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് ഇത് ഒരു ജനസൈഡാണ് അല്ലെങ്കിൽ വംശഹത്യയാണ് ഗസയിൽ നടക്കുന്നതെന്ന് ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ പോലും നാം ഇപ്പോഴും അതിനെ പലസ്തീൻ ഇസ്രായേൽ വിഷയത്തെ മതപരമായ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് മാത്രം കാണാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഗസയിൽ നടക്കുന്നത് വംശഹത്യ അല്ല എന്ന വിചിത്രവാദവുമായി ചിലരെങ്കിലും മുന്നോട്ട് വരുന്നത് എന്നതാണ് പറയാനുള്ളത്. എന്തുകൊണ്ട് ഇത് വംശഹത്യ അല്ല എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നിടത്താണ് വംശഹത്യ എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ ആകമാനം ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി തിരഞ്ഞുപിടിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുതകളിലേക്ക് കൂടിയാണിത് വിരൽ ചൂണ്ടുന്നത്. ഗസയിൽ ഒക്ടോബർ 2023 ഒക്ടോബർ 7 ശേഷം നടന്ന സംഭവവികാസങ്ങളിൽ നിന്നും മാത്രം കൊണ്ട് ഗസയിൽ നടന്നു വന്നിരുന്നത് ഒരു വംശഹത്യ അല്ല എന്ന് വ്യാഖ്യാനിക്കുന്നു എങ്കിൽ പലസ്തീൻ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലുള്ള വെസ്റ്റ് ബാങ്കിൽ 2023 ഒക്ടോബർ 7 ശേഷം 1000-ഓളം പലസ്തീനികളെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത്. അതിൽ 5-1 കുഞ്ഞുങ്ങളാണ്. ജനീവ കൺവെൻഷൻ പ്രഖ്യാപനത്തിലൂടെ കുറ്റവാളികൾ യുദ്ധതന്ത്രങ്ങളിൽ ഒരിക്കൽ പോലും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഇരകളാക്കപ്പെടരുത് എന്ന പ്രഖ്യാപനം നിലനിൽക്കുന്ന ലോകത്ത് ആ പുതിയ ലോകക്രമത്തിലാണ് നാം കാണുന്ന ഇത്തരം അനീതിയും നിഷേധത്വവും നരാധമത്വവും കടന്ന ഈ കൊലപാതക പരമ്പരകൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. എല്ലാ യുദ്ധതന്ത്രങ്ങളിലും വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ ഉപയോഗിക്കരുത് എന്ന പ്രഖ്യാപിത നിലപാടുകൾക്കപ്പുറം ഇസ്രായേൽ 2023 ഒക്ടോബർ 7 ശേഷം ഗസയിൽ വർഷിച്ചിട്ടുള്ള ബോംബുകളിൽ ആകമാനം മഹാഭൂരിപക്ഷവും വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചിട്ടുള്ള ബോംബുകളായിരുന്നു എന്നുള്ളത് മരിച്ച കുഞ്ഞുങ്ങളുടെ മുഖത്തു നിന്നും കണ്ടെടുത്ത വെള്ളപ്പൊടികളിൽ നിന്ന് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. കുഞ്ഞുങ്ങളെയും ഗർഭിണികളായ സ്ത്രീകളെയും എത്നിക് ക്ലെൻസിങ് എന്ന ഓമന പേരിൽ കൊന്നൊടുക്കുന്ന ഒരു സമൂഹത്തിന് ഏതു തരത്തിലാണ് ന്യായീകരിക്കാനാവുക? വളരെ കൃത്യമായി ഒരു രാജ്യം എങ്ങനെ മറ്റൊരു സമൂഹത്തെ ഉന്മൂലനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഗസ നമുക്കറിയാം, പലസ്തീനികൾക്ക് സ്വന്തമായി സൈന്യമില്ല. പലസ്തീനികൾക്ക് സ്വന്തമായി തിരിഞ്ഞു നിന്ന് യുദ്ധം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള അതിർത്തികളില്ല. ഡാൻ ഷാപ്രിയോൺ എന്ന 2016 ജനുവരി 18 അമേരിക്കയുടെ US അംബാസിഡറായിരുന്ന അദ്ദേഹം പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്: ഞങ്ങൾ പലസ്തീനികളെ 2ാം തരം പൗരന്മാരായാണ് കാണുന്നത്. അത്തരം
നീതി നിഷേധിക്കപ്പെടേണ്ട സാഹചര്യത്തിലാണോ പലസ്തീനികൾ ജീവിക്കേണ്ടത് എന്നുള്ളതാണ്. ഇന്ന് പുതിയ വാദമുഖങ്ങൾ ലോകത്താകമാനം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇസ്രായേലിനെ അനുകൂലിക്കുന്നവർക്ക് ഇന്ന് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാദം പലസ്തീൻ എന്ന് പറയുന്ന രാജ്യമേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യമേ ഉണ്ടായിരുന്നില്ല എന്ന് അവകാശപ്പെടുമ്പോൾ ദാവീദിൻ്റെ പിന്തുടർക്കാരായിട്ടുള്ള യഹൂദരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു വർഷത്തിൽ തന്നെ ഫിലിസ്തീനുകൾ എന്ന് പറഞ്ഞ ഒരു ജനവിഭാഗം ഈ ഭൂപ്രദേശത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതിന് ചരിത്രത്തിൽ നിരവധി തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്. ആ തെളിവുകളെ ആകമാനം നിഷേധിച്ചുകൊണ്ട് ഫിലിസ്തീനികൾ പിൽക്കാലത്ത് പാലസ്തീനികളായി മാറുമ്പോൾ ആ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകാരം പോലും നൽകാൻ കഴിയാതെ UN-ന്റെ പല ഘട്ടങ്ങളിലുള്ള പ്രഖ്യാപനങ്ങളിൽ പോലും പലസ്തീനെ അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ പോലും ആ രാജ്യത്തെ അംഗീകരിക്കുകയോ ആ രാജ്യത്തെ ജനങ്ങൾക്ക് അനുവദിക്കപ്പെടേണ്ട ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേൽ നൽകുന്നുണ്ടോ എന്നുള്ളതാണ് പരമപ്രധാനമായ ചോദ്യം. ഇപ്പോൾ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം നിലവിലില്ല എങ്കിൽ പോലും ലോകത്തെ നിരവധി രാജ്യങ്ങൾ പലസ്തീനെ ഒരു രാജ്യപദവിയായി അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതയും UN അടക്കമുള്ള രാജ്യങ്ങൾ UN അടക്കമുള്ള സംഘടനകൾ പലസ്തീനെ അംഗീകരിച്ചിട്ടുള്ള വസ്തുതകളും മറച്ചുവെച്ചു അല്ലെങ്കിൽ നിരാകരിച്ചുകൊണ്ടാണ് അത്തരമൊരു രാജ്യം ലോകത്തുണ്ടായിരുന്നില്ല എന്ന ഒരു പ്രഖ്യാപനത്തിലേക്ക് കൂടി അല്ലെങ്കിൽ അത്തരമൊരു വാദമുഖത്തിലേക്ക് കൂടി വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ നിരപരാധികളായ മനുഷ്യരെ ഡിസ്പ്രപ്പോർഷനേറ്റായിട്ട് കൊന്നൊടുക്കുക എന്ന് പറയുക ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്തതും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതും. ഇത് വംശഹത്യ അല്ലെങ്കിൽ മറ്റെന്ത് പേരിലാണ് ഇതിനെ അറിയപ്പെടുക? ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്തെ തുറന്ന ജയിലായി മാത്രം ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ പറഞ്ഞതുപോലെ ഒരു തുറന്ന ജയിലായി മാത്രം ജീവിച്ചു വരുന്ന പലസ്തീൻ ജനവിഭാഗത്തിനു നേരെ ഇങ്ങനെ ഒരു തരത്തിലും നീതി അർഹിക്കാത്ത ഒരു തരത്തിലുമുള്ള ആനുകൂല്യം അർഹിക്കാത്ത അക്രമത്തിലൂടെ കുഞ്ഞുങ്ങളെയും ഗർഭിണികളായ സ്ത്രീകളെയും വൃദ്ധരെയും കൊന്നൊടുക്കുന്നത് വഴി ഈ രാജ്യം ലോകത്തോട് എന്തു പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ചോദ്യമായി നിലനിൽക്കുന്നത്. അടുത്ത 10 മിനിറ്റ് വിഷയാവതരണത്തിന് വേണ്ടി രവിചന്ദ്രൻ സാറെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗാസയിൽ വംശഹത്യയാണ് നടക്കുന്നത് എന്നുള്ളതിൽ സംശയം പ്രകടിപ്പിക്കുന്നവരെ ഭയക്കണം എന്നുള്ള ഒരഭിപ്രായവുമായിട്ടാണ് സഹസംവാദകൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇറ്റ്സ് എ വണ്ടർഫുൾ സ്റ്റേറ്റ്മെൻറ്റ്, വണ്ടർഫുൾ. ഇതൊക്കെയാണ് ഹ്യൂമനിസത്തിൻ്റെ പരമാവധി എന്ന് പറയുന്നത്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഗാസയിൽ വംശഹത്യ അല്ലെങ്കിൽ ജീനോസൈഡ് നടന്നത് എന്നുള്ളതിൻ്റെ തെളിവുകൾ മുന്നോട്ട് വെക്കുമെന്നാണ് ഞാൻ കരുതിയത്. അതിലാകെ പറഞ്ഞതൊരു വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചു. 2023 കേസാണ്. വൈറ്റ് ഫോസ്ഫറസ് ലീഗലി ബാൻഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അതേസമയം മനുഷ്യാവകാശ കമ്മീഷനൊക്കെ അതിൻ്റെ ഉപയോഗത്തെ അപലപിക്കുന്നുണ്ട്. ചില മിലിറ്ററികൾ ഇലൂമിനേഷൻ ഉണ്ടാക്കാനും സ്മോക്ക് സ്പ്രേ ഒക്കെ ഉണ്ടാക്കാനായിട്ട് അത് ഉപയോഗിക്കുന്നൊരു സംഗതിയാണ്. ഇറ്റ്സ് നോട്ട് ലീഗലി ബാൻഡ് ആക്ച്വലി. IDF അത്തരം ഉപയോഗങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുള്ളതുമാണ്. ഈ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചതാണോ ഈ വംശഹത്യയുടെ തെളിവ് എന്നുള്ളത് അദ്ദേഹം പറയട്ടെ. അത് ഈ യുദ്ധത്തിലാണോ ഉപയോഗിച്ചത്, ഇതാണോ അദ്ദേഹത്തിൻ്റെ പക്കലുള്ളതെന്ന് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പറയാം. ആയിരക്കണക്കിന് തെളിവുകളാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത്. അപ്പോൾ ആയിരക്കണക്കിന് തെളിവുകളുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ അതിനകത്തുനിന്ന് എടുത്തു വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അത് അടുത്ത റൗണ്ടിൽ അത് മാറട്ടെ. എന്തുകൊണ്ടാണ് വംശഹത്യ ആണ് എന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു UN അങ്ങനെ പറഞ്ഞിരിക്കുന്നു. UN അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ആംനസ്റ്റി അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ആംനസ്റ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ICJ
ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ICC അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇവരാരും പറഞ്ഞിട്ടില്ല. പറഞ്ഞു എന്ന് പറയുന്നത് ഒരു ജനോസൈഡ് സ്കോളേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘമാണ്. മറ്റൊന്ന് UN-ൻ്റെ ഒരു കമ്മിറ്റി, ഒരു ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി, ഒരു കമ്മീഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇത് രണ്ടിനെയും കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നതെങ്കിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് എത്ര അപഹാസ്യവും പരിഹാസ്യവുമാണ് ഈ രണ്ട് റിപ്പോർട്ടുകളെന്ന് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഓൺലി ഇഫ് ഹി ടച്ചസ് ദാറ്റ് ഇഷ്യൂ. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് പറയേണ്ട കാര്യം തന്നെ ഇല്ല. UN എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി വിവിധ രാജ്യങ്ങളുടെ ഒരു അസംബ്ലിയാണ്. 193 രാജ്യങ്ങളുണ്ട്. അതിൽ ഇസ്ലാമിക രാജ്യങ്ങൾ, OIC പോലുള്ള രാജ്യങ്ങൾ തന്നെ 55-57 രാജ്യങ്ങൾ വരും. അവയെ പിന്തുടരുന്നും അവയായിട്ട് നല്ല നയതന്ത്ര ബന്ധങ്ങളും കച്ചവട ബന്ധങ്ങളും ഒക്കെ പുലർത്തുന്ന, അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു 25 രാജ്യങ്ങൾ വേറെയുണ്ട്. അപ്പോൾ തന്നെ ഒരു 75-80 രാജ്യങ്ങളായി. 193-ൽ 150 പേരൊക്കെയാണ് ഒരു ശരാശരി വോട്ട് ചെയ്യുക. അപ്പോൾ 150 പേര് ഔട്ട് ചെയ്യുമ്പോൾ കുറേ പേര് അബ്സ്റ്റെയിൻ ചെയ്ത് നിൽക്കും, കുറേ പേര് ഹാജരാകാതെ പോകും. അപ്പോൾ ബാക്കി വരുന്നത് എത്രയായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ 80 പേര് മതകാര്യത്തിൽ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഇസ്ലാം കോസിന് വേണ്ടി എന്ത് നിയമവും പാസ്സാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ UN ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് UN-നെ തടയാൻ ആർക്കും സാധിക്കില്ല. ഞാൻ തമാശ പറയുന്നതല്ല, ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ചന്ദ്രനെ 2ആയിട്ട് മുറിച്ച് കീറി മനുഷ്യൻ ഒട്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു പ്രമേയം ഒരുപക്ഷെ ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പാസ്സാവില്ല, നിങ്ങളുടെ പഞ്ചായത്തിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പാസ്സാവില്ല, ഒരുപക്ഷെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പാസ്സാവില്ല, പക്ഷേ UN-ൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പാസ്സാകാതിരിക്കാൻ തരമില്ല. അമ്മാതിരി പക്ക കമ്മ്യൂണൽ പൊളിറ്റിക്സ് നിലവിലിരിക്കുന്ന നിർഭാഗ്യവശാൽ ഒരു രാജ്യാന്തര ബോഡിയാണ് UN. നിർഭാഗ്യവശാൽ ഇപ്പം ഇസ്ലാമോഫോബിയ ഡേ ആരാ പ്രഖ്യാപിച്ച? UN ആണ്. അതൊരു കമ്മിറ്റിയാണ്. അവിടെ ചെന്നിരുന്ന മതമാണ് പറയുന്നവർ, പച്ചയ്ക്ക് മതം പറയുന്നവരാണ്. കരഞ്ഞും നിലവിളിച്ചും ആരോപണങ്ങൾ ഉപയോഗിച്ചും കള്ളം പറഞ്ഞും മതം പറയുകയാണ്. ഇപ്പം ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം അതിർത്തി തർക്കത്തിൻ്റെ കാര്യത്തിലോ സമ്പത്തിൻ്റെ കാര്യത്തിലോ ഒക്കെ ഒരേ അഭിപ്രായം പറയണമെന്നില്ല, പക്ഷേ അവർ മതകാര്യത്തിൽ ദേ ഹാവ് വൺ വോട്ട്. അതുകൊണ്ടാണ് ഈ UN-ൽ നിന്ന് ഗാസയ്ക്ക് അനുകൂലമായി പ്രമേയങ്ങൾ വരുന്നു എന്ന് പറയുന്നതിനകത്ത് ഉള്ള വസ്തുത അതാണ്. അത് വെച്ചുകൊണ്ട് ഇദ്ദേഹം ജനോസൈഡ് ആണെന്ന് തെളിയിക്കാൻ വെച്ചാൽ നടക്കില്ല. കാരണം എന്താണ് ജനോസൈഡ് എന്ന് പറയുന്നുണ്ട്? ഒരു ജനതയെ ഇൻ പാർട്ട് ഓർ ഇൻ ഹോൾ, ഭാഗികമായോ പൂർണ്ണമായോ, ഏത് ജനതയെ? ഒരു റിലീജിയസ്, എത്തനിക് ഓർ നാഷണൽ ഐഡൻറ്റിറ്റി ഉള്ള ഒരു ജനതയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് മെൻസ്റേ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. മെൻസ്റേ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കുറ്റം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടായിരിക്കണം എന്ന് തെളിയുന്നു. ഇനി സ്പെസിഫിക് ആയിട്ട് ഡോൾസ് സ്പെഷ്യാലിസിസ് എന്ന് പറയുന്ന പ്രത്യേക സ്പെസിഫിക് ആയിട്ടുള്ള ഇൻറ്റൻഷനും ഉണ്ടാവും. ഇസ്രയേലിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഗാസയിൽ ഇവിടെ 3-4 ജനോസൈഡുകൾ അല്ലെങ്കിൽ ഈ പരിധിയിൽ വരുന്ന ജനോസൈഡുകൾ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്പർ 1 ഒക്ടോബർ 7 നടന്നത് പക്കാ ജനോസൈഡാണ്, വംശഹത്യയാണ്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ കരുതുന്നു. ഒരു ദിവസം ഇസ്രയേലിലേക്ക് ഹമാസും ആയിരക്കണക്കിന് ഗാസൻ ജനതയും അക്രമാസക്തരായ ജനതയും ഇരച്ചു കയറുന്നു. 1200 പേരെ കൊല്ലുന്നു. അതിലുണ്ടായിരുന്നു 39 കുട്ടികൾ, സ്ത്രീകളുണ്ടായിരുന്നു, ഗർഭിണികളും ഉണ്ടായിരിക്കും. കൊന്നും കൊല വിളിച്ചും കത്തിച്ചും കരിച്ചും കഴുത്തുവെട്ടിയും വെടിവെച്ച് കൊന്നും നാശനഷ്ടങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്താണ്. ആ ആക്രമണം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ഇസ്രായേലിനെതിരെ പ്രതിഷേധങ്ങൾ ലോകമെമ്പാടും തുടങ്ങി. ഈ ഹമാസ് എന്ന് പറയുന്നത് ഒറ്റയ്ക്കല്ല, ഉമ്മത്താണ് ഹമാസ്. നമുക്കറിയാം, UK-യിൽ ഒരു പ്രകടനം നടത്താനായിട്ട് പാലസ്തീനെ പിന്തുണയ്ക്കുന്ന ഒരു ഗ്രൂപ്പ് പോലീസിന് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഹമാസ് കശാപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു. ഏതാണ്ട് 24 മണിക്കൂർ നീണ്ടു നിന്ന കശാപ്പാണ്. അതിൽ 12 മണിക്കൂറാണ് ഏറ്റവും കൂടുതൽ നടന്നത്. ആ കശാപ്പ് തീരുന്നതിന് മുമ്പ്, ആ ശവം ആറി തണുക്കുന്നതിന് മുന്നേ ഇസ്രായേലിനെതിരെ പ്രകടനം നടത്താനായിട്ട് ലോകമെമ്പാടും ഇത്തരം പ്രസ്ഥാനങ്ങളും, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ അഭിപ്രായം തന്നെ അതുമായിട്ട് യോജിച്ചിരിക്കുന്നതാണ്. ഇതെന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഒക്ടോബർ 7 നടന്നത് വംശഹത്യ അല്ല എന്ന് ഇദ്ദേഹം പറയട്ടെ. എന്തുകൊണ്ട് വംശഹത്യ അല്ല? ഇദ്ദേഹം ചോദിച്ചല്ലോ, അത് വംശഹത്യ അല്ല എന്ന് പറയുന്നവരെ ഞാൻ ഭയക്കുന്നു. ഞാൻ തിരിച്ചു പറയുന്നില്ല, എനിക്കും ഭയക്കാനൊക്കെ ഉള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം, വിനയപൂർവ്വമുള്ള ചോദ്യം ഇതാണ്: ഒക്ടോബർ 7 നടന്നത് വംശഹത്യ അല്ല എന്ന് പറയാനുള്ള കാരണങ്ങൾ താങ്കൾ തീർത്തു. വംശഹത്യയെക്കുറിച്ച് അറിയണമെങ്കിൽ 2025 ഏപ്രിൽ മാസത്തിൽ അലവൈറ്റ്സ് എന്ന് പറയുന്ന സിറിയൻ മൈനോറിറ്റിയെ നിങ്ങൾക്കറിയാം, വീട്ടിൽ നിന്ന് ഇറക്കി നടുറോഡിലൂടെ കൊണ്ടുപോയി നായ്ക്കളെ പോലെ നടത്തിയിട്ട് കുറേ നടന്ന് വെടിവെച്ച് കൊന്നിട്ട് ഈ തേങ്ങയും ചക്കയൊക്കെ കൂട്ടിയിട്ടേക്കുന്നോണം തെരുവോരങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടു. They were killed simply because they were Alawites. അതിൻ്റെ ഒരു ആവർത്തനം ജൂൺ ജൂലൈയിലും സിറിയയിൽ ഇതേപോലെ ഉണ്ടായി. When the Druze were murdered, mass murder. Is it not a genocide? ജനോസൈഡ് ആണ്. ഡ്രൂസ് ആയതുകൊണ്ടാണ് കൊന്നത്. പ്ലാൻഡ് ആയിട്ട് ചെയ്തതാണ്. ഇന്റന്റ് ഉണ്ട്, ഇൻ പാർട്ട് ഓർ ഹോൾ എല്ലാം ഉണ്ട്. 1500 പേരിലധികം കൊല്ലപ്പെട്ടു. ഈ മൂന്നും ജനോസൈഡ് അല്ല എങ്കിൽ, അല്ലെന്ന് ഇദ്ദേഹം പറയണം, ഇദ്ദേഹം ഇങ്ങനെ പറയണമെന്നാണ് പറയുന്നത്. വേറെ ഉദാഹരണങ്ങൾ കാണും. ബനു ഖുറൈല, ഇസ്ലാമിക സാഹിത്യത്തിൽ അവർ തന്നെ സപ്ലൈ ചെയ്യുന്ന ഒരു ഉദാഹരണം. 700 മുതൽ 900 വരുന്ന ജൂതന്മാരെ ഒരൊറ്റ ദിവസം കൊണ്ട് വെട്ടി അരിഞ്ഞ് കൊല്ലുന്നു, സ്ത്രീകളെ അടിമകളാക്കുന്നു, കുട്ടികളെ വെറുതെ വിടുന്നു. കുട്ടികളെ എങ്ങനെയാണ് വെറുതെ വിടുന്നത് നോക്കുമ്പോൾ അവരുടെ ഗുഹ്യരോമങ്ങൾ വളർന്നവരെ എല്ലാം കൊന്നുകളയുന്നു, പുരുഷന്മാരായിട്ട് കൺസിഡർ ചെയ്ത്. ഇത് തന്നെയാണ് ഈ താലിബാനൊക്കെ ചെയ്യുന്നത്. ബാക്കിയുള്ള മനുഷ്യനെ മുഴുവൻ ഒരു ദിവസം മുഴുവൻ ഒന്ന് ആലോചിച്ച് നോക്കും. മുഹമ്മദിന്റെ കൽപ്പനയിൽ ചെയ്ത കാര്യമാണ്. എത്ര ബുദ്ധിമുട്ടുണ്ടാവും ഇത്രയും മനുഷ്യരെ ഒരു ദിവസം കൊണ്ട് കൊന്നു തീർക്കാനായിട്ട്. ഒരു വംശത്തെയാണ് കൊന്നത്, ആസൂത്രണം ചെയ്താണ് കൊന്നത്. ഇറ്റ്സ് എ പ്ലാൻഡ് ജെനോസൈഡ്. ഇത് 4 ജെനോസൈഡ് ആണ്. ഇനി ഇത് 4 ജെനോസൈഡ് അല്ലെങ്കിൽ ഗോ ടു യുക്രൈൻ. കുട്ടികളുടെ എണ്ണം, ഗർഭിണികളുടെ എണ്ണം, സ്ത്രീകളുടെ എണ്ണം, മൊത്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം, മൊത്തത്തിലുണ്ടായ നാശം, മറിയാപ്പോൾ എന്ന് പറയുന്ന ഒരൊറ്റ സിറ്റിയിലേക്ക് പോയാൽ മതി. ഈ ഗാസയിനേക്കാൾ വലിയ നാശം അവിടെ കാണാൻ കഴിയും. യുക്രൈനിൽ നടക്കുന്നത് വംശഹത്യ അല്ലെങ്കിൽ, താങ്കൾക്ക് വിമിഷ്ടമില്ലെങ്കിൽ, സിറിയയിലെ 5 ലക്ഷം പേര് 12 വർഷം കൊണ്ട് കൊല്ലപ്പെട്ടതായിട്ട് പറയുന്നു. സമാനമായ ഡെത്തോളാണ് യമനിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. സൗദി ബോംബിട്ട് കൊന്നതുണ്ട്, ഇൻഡിസ്ക്രിമിനേറ്റ് ബോംബിങ്. വിവാഹ സദ്യയിലൊക്കെയാണ് ബോംബിട്ടത്, സ്കൂളുകളിലാണ് ബോംബിട്ടത്. സൗദി ബോംബ്, സുന്നി ബോംബ്, ഹലാൽ ബോംബ്. യമനും സിറിയയും വംശഹത്യയുടെ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ, യുക്രൈനിലല്ലെങ്കിൽ അലവൈറ്റ്സിന്റെ മരണം കൂട്ടക്കൊല വംശഹത്യ അല്ലെങ്കിൽ, ഡ്രൂസിന്റെ കൂട്ടക്കൊല വംശഹത്യ അല്ലെങ്കിൽ, ഒക്ടോബർ 7 നടന്നത് വംശഹത്യ അല്ലെങ്കിൽ, എന്ത് കാരണത്താലാണ് താങ്കൾ ഗാസയ്ക്കുള്ളിൽ നടക്കുന്ന യുദ്ധക്കെടുതികളെ വംശഹത്യ എന്ന് വിളിക്കുന്നത്? അതിന്റെ കാരണങ്ങൾ 1, 2, 3, 4 എന്നുള്ള രീതി പറയുക. ഐ വുഡ് ലൈക്ക് ടു ഹിയർ ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഡിബങ്ക് യു. താങ്ക് യു. അടുത്തത് വാദപ്രതിവാദത്തിൻ്റെ റൗണ്ടാണ്. 2 റൗണ്ടുകൾ 10 മിനിറ്റ് വീതമുള്ളതാണ്. അതിന് ആദ്യത്തെ അവസരം അസ്കർ സാറിനാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയിട്ടുള്ള അതിക്രമത്തെ സംബന്ധിച്ചിടത്തോളം അത് വംശഹത്യയാണോ എന്നുള്ളതാണ്. 1200 മനുഷ്യർ കൊല്ലപ്പെടുകയും അതിൽ എത്രയോ മനുഷ്യർക്ക് പരുക്കേൽക്കുകയും ഒക്കെ ചെയ്ത ആ വലിയ ദുരന്തത്തെ ദുരന്തമായി തന്നെ കാണാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഹമാസ് എന്ന് പറയുന്ന സംഘടനയുടെ നിലപാടുകളോട് പൂർണ്ണമായും യോജിക്കുന്ന ഒരാളല്ല ഞാൻ. ഹമാസ് ഒരു മതരാഷ്ട്രവാദത്തിൻ്റെ പ്രഖ്യാപനത്തിലൂടെ ഊന്നിയ രാഷ്ട്രീയ ചിന്താഗതിയും പ്രത്യയശാസ്ത്രവും വെച്ചിരിക്കുന്നിടത്തോളം കാലം അത്തരം മതരാഷ്ട്രവാദത്തെ എതിർക്കുന്ന ആളെന്ന നിലയിൽ നിശ്ചയമായും ഹമാസിൻ്റെ പ്രവൃത്തികളെ എതിർക്കപ്പെടേണ്ടത് തന്നെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഗതി കിട്ടാത്ത ഒരു മനുഷ്യരുടെ കൂട്ടമെന്ന നിലയിൽ ആ മനുഷ്യരുടെ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് 2023 ഒക്ടോബർ 7 സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതൊരു ചരിത്ര വസ്തുതയാണ്. ആ ചരിത്രത്തെ നിഷേധിക്കാൻ നമുക്കാവില്ല. 2007 ഹമാസിന് ഗസയുടെ സ്വതന്ത്ര അധികാര ചുമതല കൈമാറിയതിനു ശേഷം ഡേവിഡ് കാമറൂൺ പറയുന്നത് പോലെ ഒരു തുറന്ന ജയിലായി ഗസയെ മാറ്റിക്കൊണ്ട് അവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള
വെള്ളവും വൈദ്യുതിയും നൽകാതെ അവിടെ മനുഷ്യർക്ക് ഭക്ഷണം എത്തിക്കാനും അവശ്യ മരുന്നുകൾ എത്തിക്കുന്നതിനും അവസരം നിഷേധിക്കുന്ന ഒരു ജനതയെ അങ്ങനെ തുറന്ന ജയിലിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് 2008-2009 ഇസ്രായേൽ ഓപ്പറേഷൻ കാസ്ലീഡ് എന്ന പേരിൽ ആ ജനതയ്ക്കു നേരെ അഗ്നിവർഷം പോലെ മിസൈലുകൾ വർഷിച്ചത് എന്നത് ചരിത്രം ഇന്നലകളിൽ നാം കണ്ടതാണ്. 2012 ഓപ്പറേഷൻ പില്ലർ ഓഫ് ഡിഫൻസ് എന്ന പേരിൽ ഇസ്രായേൽ പലസ്തീനിലെ ഗസ എന്ന് പറയുന്ന കൊച്ചു തുരുത്തിന് നേരെ ആയിരക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കുന്ന അതിഭീകരമായ ആക്രമണം അടിച്ചുവിട്ടിരുന്നത്. 2014 ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജ് എന്ന പേരിൽ ഇതേ ഇസ്രായേൽ ഈ ഗസയിലേക്ക് പാവം മനുഷ്യരെ കൊന്നൊടുക്കുന്നതിനു വേണ്ടി അക്രമം അടിച്ചുവിട്ടത്. 2021 ഓപ്പറേഷൻ ഗാർഡിയൻ ഓഫ് വാൾസ് എന്ന പേരിൽ 40 മീറ്റർ ഉയരമുള്ള ഇസ്രായേലിനെയും ഗസയെയും തിരിക്കുന്ന ആ വലിയ മനുഷ്യനിർമ്മിത മതിലുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അവർ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ എത്രയധികം മനുഷ്യരാണ് ഗസയിൽ മാത്രം കൊന്നെടുക്കപ്പെട്ടത്. ഗസയിൽ ഒരുപക്ഷെ ഹമാസിൻ്റെ നിയന്ത്രണത്തിൽ ഹമാസ് ഒക്ടോബർ 7, 2023 നടത്തിയിട്ടുള്ള പ്രത്യാക്രമണത്തെ ഇതുകൊണ്ടൊന്നും ന്യായീകരിക്കാനാവില്ലെങ്കിൽ പോലും അവർ നടത്തിയത് ഒരു പ്രത്യാക്രമണമാണ്. അതൊരു തീവ്രവാദ സ്വഭാവത്തിൽ തന്നെയാണെങ്കിൽ പോലും ആ പ്രത്യാക്രമണത്തെ പ്രത്യാക്രമണം എന്ന നിലയിൽ കാണുന്നതിനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള നീതി അർഹിക്കാത്ത ആക്രമണത്തിന് പാവപ്പെട്ട പലസ്തീനി ജനതകൾ അനുഭവിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യം. ആ ചോദ്യത്തിനാണ് എൻ്റെ സംവാദകൻ അതു സംബന്ധിച്ച് ഉത്തരം പറയേണ്ടത് എന്നുള്ളതാണ്. 70,000-ഓളം പാവം മനുഷ്യരെ കൊന്നൊടുക്കിയിട്ട് അതൊരു ജനസൈഡോ അതല്ലെങ്കിൽ വംശഹത്യ അല്ല എന്ന് വാദിക്കുക എന്നുള്ളത് നിശ്ചയമായും എന്നെപ്പോലുള്ള ആളുകളെ ഭയപ്പെടുത്തുന്ന വാദമുഖങ്ങളാണ്. അത്തരം ഭയങ്ങളിൽ നിന്നാണ് എവിടെ അഭിപ്രായം ഇതിലിപ്പോൾ സ്വീഡനിലെയോ അല്ലെങ്കിൽ മറ്റേതൊരു രാജ്യത്തെയോ മനുഷ്യരെ വേദനിക്കുന്നുവെങ്കിൽ അത്തരം മനുഷ്യർ പ്രതിരോധത്തിലാവുന്നു എങ്കിൽ ആ പ്രതിരോധത്തിലാവുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എന്നെപ്പോലുള്ള ആളുകൾ ചിന്തിക്കുന്നത്. അതിൽ സ്വീഡനിലാണെങ്കിലും അത് ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം ആക്രമിക്കുന്നു അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന ആക്രമണം ആണ് എന്നുള്ളതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ ഒരുപക്ഷെ അദ്ദേഹം എൻ്റെ നാമം ഒരു ഇസ്ലാമിക നാമമായതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിച്ചതുകൊണ്ടാവാം അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2, ഇതിൽ എന്തുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച വാദമുഖങ്ങളിൽ എന്തുകൊണ്ട് ഇതൊരു ജനസൈഡല്ല അല്ലെങ്കിൽ വംശഹത്യയല്ല എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ ത്രഷോൾഡ് ക്രോസ് ഇസ്രായേലി അതോറിറ്റീസ് ആൻഡ് ദ ക്രൈംസ് ഓഫ് അപ്പാർത്തൈഡ് ആൻഡ് പെർസിക്യൂഷൻ 2021 റിപ്പോർട്ടിൽ വളരെ കൃത്യമായി എന്താണ് ഗസയിൽ സംഭവിക്കുന്നത് എന്ന് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ 2022 അപ്പാർത്തൈഡ് അഗെയിൻസ്റ്റ് പാലസ്തീൻ എ ക്രൂവൽ സിസ്റ്റം ഓഫ് ഡോമിനേഷൻ എ ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി 2022 റിപ്പോർട്ടിൽ വളരെ കൃത്യമായി അത് സംബന്ധിച്ച് അക്കമിട്ട് തെളിവുകൾ നിരത്തിയിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസ് സ്പെഷ്യൽ റിപ്പോർട്ട് ഓൺ OPT മൈക്കൽ ലിങ്കിൻ്റെ റിപ്പോർട്ടിൽ 2022 മാർച്ചിൽ UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ, അപ്പോൾ അദ്ദേഹം യുഎന്നെ പോലും അംഗീകരിക്കുന്ന സാഹചര്യമില്ല. കാരണം ലോകത്താകമാനമുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലാണ് UN എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. നിങ്ങൾക്കറിയുമോ UN-ൽ എത്ര തവണ വീറ്റോ ചെയ്തിട്ടുണ്ടെന്ന്? 83 മുതൽ 89 തവണ വരെ തൻ്റെ വീറ്റോ അധികാരം ഉപയോഗിച്ചിട്ടുള്ളതാണ് US. ആ വീറ്റോ അധികാരം ഉപയോഗിക്കപ്പെട്ടതിൽ 52 മുതൽ 55 തവണയും ഇസ്രായേലിനു വേണ്ടിയായിരുന്നു എന്നുള്ള വസ്തുത നമുക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആരാണ് UN-നെ നിയന്ത്രിക്കുന്നത്? ഏതെങ്കിലും ചെറിയ ഇസ്ലാമിക രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലോ വോട്ടിംഗ് പവറിലോ ആണോ UN നിൽക്കുന്നത്? അങ്ങനെയായിരുന്നു എങ്കിൽ ഈ വീറ്റോ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക 53 മുതൽ 55 തവണ വരെ ഇസ്രായേലിനെതിരെ വന്ന പ്രമേയങ്ങളെ വീറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണ് നിയന്ത്രിക്കുന്നതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. മാത്രമല്ല, റിച്ചാർഡ് ഫാൽക്കും വെർജിന ടില്ലിയും
UN ESCW റിപ്പോർട്ട് 2017 ഇസ്രായേൽ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻ അപ്പാർത്തൈഡ് റിജൈം ദാറ്റ് ഡൊമിനേറ്റ്സ് ദ പാലസ്തീൻ പീപ്പിൾ ആസ് എ ഹോൾ എന്നുള്ള റിപ്പോർട്ടും നമുക്ക് മുന്നിൽ ചരിത്രത്തിൽ വസ്തുതകളായി മുന്നിൽ നിൽപ്പുണ്ട്. ഓഫീസ് ഓഫ് ദ ഹൈ കമ്മീഷണർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 2022 ഇസ്രായേൽസ് 55 years occupation constitute അപ്പാർത്തൈഡ്, അതൊരു വർണ്ണവെറിയൻ ഭരണകൂടമാണ് ഇസ്രായേലിൽ നിലനിൽക്കുന്നതെന്നും പലസ്തീൻ ജനതയെ വംശഹത്യ ചെയ്യുന്നു എന്നും ആ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലി ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ എ റെജൈം ഓഫ് ഇസ്ലാമിക് ജൂയിഷ് സുപ്രമസി ഫ്രം ദ ജോർദാൻ റിവർ ടു മെഡിറ്ററേനിയൻ സീ 2021 വന്ന പുസ്തകത്തിൽ പോലും വളരെ കൃത്യമായ ആ റിപ്പോർട്ടിലും വളരെ കൃത്യമായി വംശഹത്യയാണ് പലസ്തീനിൽ നടക്കുന്നത് എന്ന് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയുമേറെ റിപ്പോർട്ടുകൾ ഇക്കാര്യത്തെ സംബന്ധിച്ചുണ്ട്. ഓമർ ബാർട്ടോവ് എന്ന് പറയുന്ന പ്രമുഖ ഇസ്രായേലി ചിന്തകനാണ്. അദ്ദേഹം ജനസൈഡ്സിനെതിരെ ഹോളോകോസ്റ്റ് ഹിസ്റ്റോറിയൻ എന്ന് ലോകത്താകമാനം അറിയപ്പെടുന്ന അദ്ദേഹവും പറഞ്ഞു വെക്കുന്നത് ഇസ്രായേൽ ഇസ് കമ്മിറ്റിംഗ് ജനസൈഡ് എഗെയിൻസ്റ്റ് ദ പീപ്പിൾ ഓഫ് ഗാസ. ന്യൂയോർക്ക് ടൈംസ് ജൂലൈ 2024. ആമോസ് ഗോൾബർഗ് അദ്ദേഹവും ജനസൈഡ്സിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഗാസ ഈസ് എ ജനസൈഡ് ബിക്കോസ് ഗാസ ഡസ് നോട്ട് എക്സിസ്റ്റ് എനിമോർ. ലീമോണ്ടെ 2024. ഡാനിയൽ ബ്ലാറ്റ്മാൻ പ്രൊഫസർ ഓഫ് ഹിസ്റ്ററി ഹെബ്രൂ യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദർ ഇസ് നോ ഇൻ ഗാസ ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ജനസൈഡ്. 2023 ഡിസംബർ ഹാർത്തീസിലാണ് അദ്ദേഹം അത്തരമൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. റാസ് സേഗൽ അസോസിയേറ്റ് പ്രൊഫസർ ഓഫ് ഹോളോകാസ്റ്റ് ആൻഡ് ജനസൈഡ് സ്റ്റഡീസ് സ്റ്റോക്സൺ യൂണിവേഴ്സിറ്റി അദ്ദേഹം എ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ജനസൈഡ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു അദ്ദേഹവും ഈ ഗസയിൽ നടക്കുന്നത് ഒരു വംശഹത്യയാണെന്ന് സ്ഥാപിക്കുന്നുണ്ട്. മാർട്ടിൻ ഷോ, മൈക്കൽ ബ്രെയിൻ, അങ്ങനെ നിരവധി സ്കോളേഴ്സ് നടത്തിയിട്ടുള്ള പഠനങ്ങളിലും അവരുടെ ചരിത്ര വസ്തുതകളെ മുൻനിർത്തി പറഞ്ഞിട്ടുള്ളതും ഇന്ന് ഗസയിൽ ഇന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നത് കൃത്യമായും ഒരു വംശഹത്യയാണ് എന്നുള്ളതാണ്. അതിന് വൈറ്റ് ഫോസ്ഫറസിൻ്റെ ചരിത്രം പരിശോധിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല. 2023 ശേഷം നിശ്ചയമായും ഗസയിൽ നടന്നിട്ടുള്ളത് വംശഹത്യ തന്നെയാണെന്നുള്ളത് അതേത് മതത്തിൻ്റെ പേരിൽ പറഞ്ഞാലും ഏതു നീതിയുടെ പേര് പറഞ്ഞാലും അത് അംഗീകരിക്കപ്പെടാൻ കഴിയില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു അസ്കർ സർ. അടുത്ത RC. താങ്ക് യു മിസ്റ്റർ ഓസ്കർ. അദ്ദേഹം വംശഹത്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ച റിപ്പോർട്ടുകളെല്ലാം നിങ്ങൾ കേട്ട് കാണും. എല്ലാം 2022, 2017, 2023 ആംനസ്റ്റി, ഹ്യൂമൻ റൈറ്റ് വാച്ച്. എന്നിട്ട് ഇദ്ദേഹം പറയുന്ന എല്ലാം വർണ്ണവിവേചനമാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ അദ്ദേഹം പറയുന്നുണ്ട് വർണ്ണവിവേചനം മാത്രമല്ല വംശഹത്യയാണെന്ന്. വംശഹത്യ എന്ന് പറയുന്നത് ഇപ്പോൾ ഗാസയിൽ നടന്ന ഒക്ടോബർ 7 റെസ്പോൺസ് എന്നുള്ള നിലയിൽ നടത്തിയതിനെയാണ് ഈ വംശഹത്യ അല്ലെങ്കിൽ ജീനോസൈഡ് എന്നുള്ള ഒരു സംഗതി വരുന്നത്. ഇദ്ദേഹത്തിന് തെറ്റിപ്പോയതാണെന്ന് എനിക്കറിയില്ല. ഈ വംശഹത്യ എന്ന് പറയുന്നതിന് അദ്ദേഹം ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്, കുറേ സ്കോളേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. അത് ജീനോസൈഡ് സ്കോളേഴ്സാണ്. ഇപ്പോൾ ജീനോസൈഡ് സ്കോളേഴ്സിൻ്റെ 3 തരം സ്കോളേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ 1500 വരെ മെമ്പേഴ്സുള്ള ഒരു സൊസൈറ്റിയുടെ കാര്യം പറയുന്നുണ്ട്. 500 മെമ്പേഴ്സ് വരെയുള്ള 500 മുതൽ 600 മെമ്പേഴ്സ് വരെയുള്ള ഒരു സൊസൈറ്റിയുടെ കാര്യം പറയുന്നുണ്ട്. ഇവർ പല സമയമായിട്ട് വളരെ ലൂസായിട്ട് പ്രസിദ്ധീകരിച്ച കുറേ റിപ്പോർട്ടുകളാണ്. ഇവർ ബയസ്ഡ് ആണെന്നുള്ള ആരോപണം നേരിടുന്നവരാണ്. 82% ആളുകൾ സ്കോളേഴ്സ് അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞാണ് ഈ റിപ്പോർട്ട് വന്നത്. ഇതിന് യഥാർത്ഥത്തിൽ യാതൊരു ലീഗാലിറ്റി ഇല്ല. ഇനി എന്താണ് ഈ 82% എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ 500-600 മെമ്പേഴ്സുള്ള ഒരു സൊസൈറ്റിയിലെ 28% പേരാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. 28% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാം ഒരു നിയോജകമണ്ഡലത്തിലാണെങ്കിൽ 28% പേര് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത്. അപ്പോൾ ബാക്കിയുള്ളവരാരും തന്നെ ആ വിഷയത്തിൽ ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്, തങ്ങൾ ഈ ഒരു വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. ഇത് കോടതി തെളിഞ്ഞതോ ലാബിൽ തെളിഞ്ഞതോ ഒന്നുമല്ല, ആളുകൾ വോട്ടെടുക്കുകയാണ്. ഈ 28%-ന്റെ 82%-മാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 500-ന്റെ അല്ലെ 600-ന്റെ 28%-ന്റെ 82% എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾ പറഞ്ഞു, കുറേ പേര് എതിർത്തു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതാണ് ജീനോസൈഡ് സ്കോളേഴ്സ്
സൊസൈറ്റിയുടെ റിപ്പോർട്ടിൻ്റെ സത്യാവസ്ഥ. അതിനകത്ത് പല മെമ്പേഴ്സിൻ്റെയും പേര് അഡോൾഫ് ഹിറ്റ്ലർ, നോം ചോംസ്കി എന്നൊക്കെ പറഞ്ഞാണ് പേര് ചേർത്തിരിക്കുന്നത്. പലരുടെയും വളരെ ഫാൻസി നെയിംസ് ആണ് ചേർത്തിരിക്കുന്നത്. അവരിരുന്നാണ് വോട്ട് ചെയ്തിട്ട് 500-600 പേരുള്ളതിൽ 28% വോട്ട് ചെയ്തിട്ട് 28%-ൻ്റെ 88% പേര് പറയുകയാണ് ജീനോസൈഡാണ്, അതുകൊണ്ട് ജീനോസൈഡ് എന്നാണ് മിസ്റ്റർ ഹസ്കർ ഇവിടെ വന്ന് പറയുന്നത്. എൻ്റെ പൊന്നെ. ഇനി ഇദ്ദേഹം പ്രത്യാക്രമണമാണ് ഹമാസ് നടത്തിയത്, അതുകൊണ്ട് യോജിക്കുന്നില്ലെന്ന്. വാട്ട് അബൌട്ട് ഇസ്രയേൽസ് പ്രത്യാക്രമണം? അതൊരു പ്രത്യാക്രമണമല്ലേ? പ്രത്യാക്രമണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആക്രമണത്തിന് എതിരായിട്ട് നടത്തുന്നതിനാണ് പ്രത്യാക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഹമാസിൻ്റെ പ്രത്യാക്രമണം ഓക്കെ ആണെങ്കിൽ ഇസ്രയേലിൻ്റെ പ്രത്യാക്രമണത്തിൽ എന്താണ് പ്രശ്നം? ഹമാസ് ഇസ്രയേൽ കയറിയത് കൊല്ലാനാണ് മനുഷ്യരെ. ആരെ? ജൂതരെ. മുഹമ്മദിൻ്റെ വാക്ക് പാലിക്കാനാണ്. മുഹമ്മദ് മരിക്കുന്നതിന് മുമ്പ് അവസാനം പറഞ്ഞ വാക്ക് ഒന്ന് ആലോചിച്ച്. ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുന്നേ, ഞാൻ പറയുന്നതല്ല, ഇസ്ലാമിക സാഹിത്യം പറയുന്നതാണ്, ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുന്നേ സത്യം പറയുമെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. പക്ഷെ മരിക്കാൻ നേരത്ത് പോലും മുറുകെ പിടിച്ചിരുന്ന ജൂതവിരോധം, ക്രിസ്ത്യൻ വിരോധം, ഈ പറയുന്ന ആകാശമാമനോട് പറയുകയാണ് ഇവന്മാരെ ശപിക്കണമേ. അതുപോലെ അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് ഞാൻ ഒരു ജൂതനെയും ബാക്കി വെക്കില്ല എന്നുള്ള ഫോൾസ് ആയിട്ടുള്ള പ്രോമിസും. ഇതാണ് ഞാൻ ചോദിക്കട്ടെ, ഈ ഇസ്രയേലില് മനുഷ്യരെല്ലാം ഓൾ ഓൺ എ സഡൻ മതം മാറാൻ തയ്യാറാവുകയാണ്. ദേ ആർ വില്ലിംഗ് ടു ബിക്കം ഇസ്ലാം. ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുമോ? ഹൂത്തികൾ മിസൈൽ വിടുവോ? ലെബനിൽ നിന്ന് ഹിസ്ബുള്ള മിസൈൽ വിടുവോ? ഹമാസ് മുഖംമൂടിയായിട്ട് ടണലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇപ്പോൾ അദ്ദേഹം ഹമാസിൻ്റെ എന്താ പറയുക, ഹമാസിനെ എതിർക്കുന്നതാണ് പറഞ്ഞത്. ഹമാസ് ഇപ്പം ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നിപ്പോൾ ഇങ്ങോട്ടൊന്ന് വായിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, ഇസ്രയേല് ഈ ബന്ദി കൈമാറ്റത്തോടനുബന്ധിച്ച് സ്വന്തം ജയിലിൽ നിന്ന് വിട്ട കുറ്റവാളികളായിട്ടുള്ള തടവുകാരുണ്ട്. അതിൽ ഒരാൾ, നല്ല യോഗ്യനായ ഒരാൾ ഗാസയിൽ ചെന്നു. ആരെ കാണാൻ? ഹമാസിനെ കാണാൻ, അല്ലേ? ശബരിമല ചെയ്യുന്നത് അയ്യപ്പനെ കാണാൻ എന്ന് പറയുന്നോളം ഗാസയിൽ ചെന്നു ഹമാസിനെ കാണാൻ. ഹമാസ് ഭിത്തിയോട് ചേർത്ത് നിർത്തി തുളയിട്ട് കരിച്ചു കളഞ്ഞു എന്നാണ് പഠനസാഹിത്യം പുറത്തു വന്നിട്ടുണ്ട്. ഇനി 2 ദിവസം മുന്നേ നടന്നത് എന്താണ്? ഇസ്രായേൽ പോയി, ജനോസൈഡിൻ്റെ ആളുകൾ പോയി, അല്ലേ? സോക്കോൾഡ് ജനോസൈഡിൻ്റെ ആളുകൾ പോയി നിരത്തി കുനിച്ച് നിർത്തി വെടിവെച്ച് കൊല്ലുകയാണ്. ശവങ്ങൾ ഇങ്ങനെ ചക്ക കൂട്ടിയിട്ടേക്കുന്നോണം കൂട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ് പബ്ലിക് സ്പേസിൽ. ഈ ഹമാസ് ഗാസയിൽ നടത്തുന്നത് ആർക്കെതിരെയുള്ള കുറ്റകൃത്യമാണ്? 2 കുട്ടികളെ കൊന്നു. 2 ദിവസമേ കിട്ടിയുള്ളൂ. 2 കുട്ടികളെ കൊന്നു, 2 സ്ത്രീകളെ കൊന്നു. എതിർ ഗ്രൂപ്പുകളെല്ലാം തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രെറ്റ തൻബർഗിന് ഇത് കാണാൻ താല്പര്യമില്ല. ഈ ഗ്രെറ്റ തൻബർഗ് ഇസ്രയേലിൽ ഒരു ഫ്ലോട്ടില എന്ന് പറയുന്ന ഒരു സംഗതിയിൽ വന്നിരുന്നു. എന്നിട്ട് അവരെ നിയമപരമായി അറസ്റ്റ് ചെയ്ത് അവരെ നാട്ടിലേക്ക് വിട്ടു 2 തവണയും. ഹമാസിൻ്റെ അടുത്താണെങ്കിൽ അവർ ഫ്ലോട്ടിലായിട്ട് പോവില്ല. ഇസ്രയേൽ ആകുമ്പോൾ മര്യാദയ്ക്ക് പെരുമാറുമെന്ന് അവർക്കറിയാം. അവർ പോയി. അന്ന് ബെൻഗൂറിയൻ എയർപോർട്ടിൽ വെച്ച് ഇവര് അടുത്ത ഫ്ലൈറ്റിന് കാത്തിരിക്കുന്ന സമയത്ത് അവരെ കാണിച്ചത് ഒക്ടോബർ 7 ക്രൂര ദൃശ്യങ്ങളാണ്. ഹമാസ് ലൈവ് സ്ട്രീം ചെയ്ത ജനോസൈഡ്. ഗ്രെറ്റ തൻബർഗ് അത് കാണാൻ വിസമ്മതിച്ചു. എന്തുകൊണ്ടാണ്? എല്ലാ മനുഷ്യരും ഒരേപോലെയാണ്, എല്ലാ മതരാഷ്ട്രങ്ങളും ഒരേപോലെയാണ്, ഹമാസിനെ എതിർക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു മാനസികാവസ്ഥ അവകാശപ്പെടുന്നവർ എന്തുകൊണ്ടാണ് ജൂതനെ കൂട്ടക്കൊല ചെയ്ത ഒരു സംഗതി അത് അവരെ സ്പർശിക്കുന്നില്ലേ? ഇത്തരത്തിൽ മുഖം തിരിച്ച് നിന്നിട്ടാണ് ഇവരെ ഹമാസിന്റെ കാര്യം പറയുന്നത്. പിന്നെ തുറന്ന ജയിലിൽ നിന്ന് അദ്ദേഹം 2 പ്രാവശ്യം പറഞ്ഞു, മിസ്റ്റർ ഹസ്കർ, ഈ തുറന്ന ജയിൽ ആയിരുന്നു ഗാസയെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഒക്ടോബർ 7 മുന്നേ ഉള്ള ഗാസയുടെ ചിത്രവും ഇപ്പോഴുള്ള ചിത്രവും കാണിച്ചിട്ട് നോക്കൂ എന്നുള്ളൊരു വിലാപം നടത്തുന്നത്? ഗാസ ഒക്ടോബർ 7 മുന്നേ നമ്മുടെ ഏതൊരു ഈ എറണാകുളം പട്ടണമൊക്കെ പോലെയുള്ള ഒരു പട്ടണം, അല്ലെങ്കിൽ അത്രയൊക്കെ സൗകര്യങ്ങൾ, സമാനമായ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു. അതിനെ തുറന്ന ജയിലായിട്ട് അവർ അവതരിപ്പിച്ചു. അപ്പാർട്ട്മെന്റ് കോളനികൾ പോലെ കിടക്കുന്ന ബിൽഡിങ്ങുകൾ അടങ്ങിയിരിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ റെഫ്യൂജി ക്യാമ്പ് എന്ന് വിളിച്ചിരുന്നത്. അഭയാർത്ഥി കേന്ദ്രം. അഭയാർത്ഥി കേന്ദ്രം എന്ന് നമ്മൾ പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു ടെൻ്റൊക്കെ കെട്ടി ആളുകളിങ്ങനെ തറയിലൊക്കെ ഇങ്ങനെ പായൊക്കെ വിരിച്ച് അങ്ങനെ ഇരിക്കുന്ന ആളുകളാണ് അഭയാർത്ഥികൾ എന്നാണ് നമ്മൾ കരുതുക. നോക്കൂ, ശതകോടീശ്വരിയായിട്ടുള്ള
നമ്മളുടെ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ മുൻ ചെയർമാൻ ലീഡർ യാസർ അരാബത്തിൻ്റെ ശതകോടീശ്വരിയായിട്ടുള്ള മകൾ വരെ കണക്കനുസരിച്ച് അഭയാർത്ഥിയാണ്. അവരൊരിക്കലും പാലസ്തീനിൽ വന്നിട്ട് തന്നെ 10-20 വർഷമായി. ഗാസയിൽ ഒരിക്കലും പോയിട്ടുണ്ടാവില്ല അവർ. ഈ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങുകളിൽ താമസിക്കുന്നവരെയാണ് അഭയാർത്ഥികളെന്ന് വിളിക്കുന്നത്. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയാർത്ഥികളെന്ന് വിളിച്ച് അഭയാർത്ഥികളായി മാറി. ഓപ്പൺ ജയിൽ എന്ന് പറഞ്ഞ് അങ്ങനെയായി മാറി. ഇവിടെ നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഈ തുറന്ന ജയിൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് അദ്ദേഹം പലപ്പോഴും പറയുന്ന വർണ്ണവിവേചനത്തെക്കുറിച്ചാണ്. അത് ഗാസയിലെ കാര്യമല്ല, അത് വെസ്റ്റ് ബാങ്കിലെ കാര്യമാണ് പലരും ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ്? മതിലുകൾ കെട്ടിയിട്ടുണ്ട്. ഏത് മതിലുകൾ? ഈജിപ്റ്റ് കെട്ടിയതിൻ്റെ അത്രയും വലിയ മതിലുകൾ കെട്ടിയിട്ടില്ല. ഈജിപ്റ്റ് ഇസ്രയേൽ അതിർത്തിയിൽ ഈ ഹമാസ് എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ പ്രോഡക്റ്റ് ആണല്ലോ ബേസിക്കലി. ഈജിപ്റ്റ് പലസ്തീനികൾ ഈജിപ്തിലേക്ക് പോകാതിരിക്കാനായിട്ട് കെട്ടിയിരിക്കുന്ന അത്രയും മതിലുകൾ ലോകത്ത് ആരും കെട്ടിയിട്ടില്ല. എന്താണ് ഇസ്രയേലിൽ നടക്കുന്നത്? ഭീകരാക്രമണം, പൊട്ടിത്തെറി, സ്നൈപ്പേഴ്സ്, ബോംബേർ. സ്വാഭാവികമായിട്ടും ഒരു ജനത, സുരക്ഷ ആഗ്രഹിക്കുന്ന ഒരു ജനത, എങ്ങനെയാണ് ഇസ്രയേൽ അവിടെ മതിലുകളും നെറ്റുകളും ഒക്കെ കെട്ടിയത്? എന്തുകൊണ്ടാണ്? വെറുതെ പോയെങ്കിൽ കെട്ടിയാണ്. ഇതിന് ചെലവില്ലേ? ഒരുപാട് പൈസ ചെലവഴിച്ചല്ലേ അതിർത്തികൾ നിർണ്ണയിച്ച് മതിലുകളും നെറ്റുകളും ഒക്കെ കെട്ടുന്നത്. ഇതെന്തിനു കെട്ടി? ഭീകരാക്രമണങ്ങളുടെ നിലയ്ക്കാത്ത തിരമാലകൾ ആഞ്ഞടിച്ചപ്പോൾ ഭരണകൂടത്തോട് സമ്മർദ്ദം ചെലുത്തിയാണ് ഇസ്രയേലികൾ വെസ്റ്റ് ബാങ്കിൽ ഇത്തരത്തിലുള്ള ഈ നെറ്റുകളൊക്കെ കെട്ടിയത്. അവർക്ക് ജീവിക്കണ്ടേ? ചെന്ന് കയറുക, പൊട്ടുക, പ്രസ് ചെയ്യുക, എക്സ്പ്ലോഡ് ചെയ്യുക. നിങ്ങൾ ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ബോംബ് സ്ഫോടനങ്ങളുടെ എണ്ണം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇസ്രയേൽ എന്തുകൊണ്ട് വേലികൾ കെട്ടുന്നു, മതിലുകൾ കെട്ടുന്നു എന്ന് മനസ്സിലാവും. അതിനാണോ തുറന്ന ജയിൽ, അല്ലെന്നുണ്ടെങ്കിൽ അടഞ്ഞ ജയിൽ എന്നൊക്കെ പറയുക? നോക്കൂ, ഇസ്രയേൽ ഗാസയിൽ നിന്ന് 2005 പൂർണ്ണമായി ഒഴിഞ്ഞു വന്നതാണ്. അവിടെ ഏതാണ്ട് 9,000-ഓളം വരുന്ന ജൂതന്മാരുണ്ടായിരുന്നു. 33 സിനഗോഗുകൾ തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം നശിപ്പിച്ച് എല്ലാ വേരുകളും മറ്റുകൊണ്ടാണ് ജൂതന്മാർ ഗാസയിൽ നിന്ന് 2005 പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു കൊടുക്കുന്നത്. ജനോസൈഡ് നടത്താൻ പോകുന്ന രാജ്യമാണോ? ഇസ്രായേലിനുള്ളിൽ 20% വരുന്ന മുസ്ലിം ജനതയുണ്ട്, അറബ് ജനതയുണ്ട്. അവരിൽ 1% വരുന്ന, അല്ലെങ്കിൽ 1/2% ഇസ്രായേലി പട്ടാളത്തിലുമുണ്ട്. ഇത് ഏത് ജനതയാണ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനായിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നത്? മുസ്ലിങ്ങളെയോ? എന്ത് വലിയ നുണയാണ്! അറബികളെയോ? അറബികളല്ലേ ചുറ്റും, ഇസ്രായേലികളല്ലേ, മുസ്ലിങ്ങളല്ലേ ചുറ്റും. ഈവൻ ഇസ്രായേലികൾ, ജൂതരായിട്ടുള്ള ഇസ്രായേലികൾ ഏതാണ്ട് 60% അറബ് വംശജരാണ്. ഈ യൂറോപ്പിൽ നിന്ന് വന്നു എന്നൊക്കെ ഇൻവേർട്ടർ കൊമ്മ പറയുന്നവർ, അഷ്കനാസി ജൂതന്മാർ, അവരൊരു 35% വരുള്ളൂ. ഓക്കെ, താങ്ക് യു RC. നമ്മുടെ സംവാദത്തിൻ്റെ പകുതി സമയം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത 10 മിനിറ്റ് വീതമുള്ള 2 റൗണ്ടുകൾ വാദപ്രതിവാദം തുടരുന്നതാണ്. പ്രിയപ്പെട്ട രവിചന്ദ്രൻ സാറിൻ്റെ വാദമുഖങ്ങളിൽ ഏറ്റവും പരമപ്രധാനമെന്ന് എനിക്ക് തോന്നിയത്, അദ്ദേഹം ഉന്നയിക്കുന്നത് ഗസ ഒരു തുറന്ന ജയിലല്ല, അല്ലെങ്കിൽ അവിടെ അനുഭവിക്കുന്ന മനുഷ്യർ അനുഭവിക്കുന്നത് നീതി നിഷേധമല്ല, അവർ വംശഹത്യയ്ക്ക് വിധേയമാക്കപ്പെടില്ല എന്നുള്ള വാദമുഖങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നതിനു വേണ്ടി അദ്ദേഹം പറഞ്ഞു വെച്ച് പോരുന്നതിൽ നിന്ന് തുടങ്ങാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ പിറവി 1948 മെയ് 14 എങ്കിൽ അതിനു മുമ്പ് ദർ യാസിൻ എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ടായിരുന്നു. അത് പലസ്തീനികൾ അധിവസിച്ചിരുന്ന ഒരു കാർഷിക ഗ്രാമമായിരുന്നു. 1948 ഏപ്രിൽ 9 ഈ ഇർഗൂൺ എന്ന് പറയുന്ന ഇസ്രായേലിയുടെ മിലിഷ്യ ഗ്രൂപ്പ് കടന്നു കയറി ആ ഗ്രാമവാസികളെ ഒന്നൊടുങ്കം മതിൽ ചാരി നിർത്തി വെടിവെച്ച് കൊല്ലുകയും ബാക്കി മനുഷ്യരെ ആകമാനം ചുട്ടുകൊന്ന് മരങ്ങളിൽ കെട്ടിത്തൂക്കുകയും ചെയ്ത കാഴ്ച അന്ന് ലോകം കണ്ടതാണ്. അത് ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ചാരമൂടി നിൽക്കുന്നു എന്ന് കരുതുന്നതിൽ നിന്ന് തുടങ്ങി മെഡിറ്ററേനിയൻ സീ മുതൽ ജോർദാൻ നദി വരെയുള്ള ഭാഗം ഇസ്രായേൽ രാജ്യമാവുമെന്നും അറബികളെ ആകമാനം അവിടെ നിന്ന് തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇത് ലിക്വിഡ് പാർട്ടിയുടെ 1ാമത്തെ ചാർട്ടറിൽ ഇന്നും അതുണ്ട് എന്നുള്ളതാണ് വസ്തുത.
ആ പ്രദേശത്തെ മുഴുവൻ അറബികളെയും തുടച്ചു നീക്കണം എന്ന പ്രതിജ്ഞയെടുത്ത പാർട്ടിയുടെ രാഷ്ട്രീയ നേതൃത്വം ആ രാഷ്ട്രീയ പാർട്ടിയാണ് ലിക്കുഡ് പാർട്ടി എങ്കിൽ, അവരാണ് ഇസ്രായേൽ ഭരിക്കുന്നതെങ്കിൽ അവിടെ നടക്കുന്നത് വംശഹത്യയല്ല എന്നെങ്ങനെ വിശ്വസിക്കാനാണ് ലോകത്തിന് കഴിയുക എന്ന പരമപ്രധാനപ്പെട്ട ചോദ്യമാണ് എനിക്കുള്ളത്. അതിനുശേഷം 1948 ശേഷം നിരവധി തവണ അവിടെ നടന്നിട്ടുള്ളതൊക്കെയും 2023 ഒക്ടോബർ 7 ശേഷം അവിടെ നടന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നെസറ്റിൽ പോലും പറഞ്ഞു വെച്ചത് അവിടുത്തെ അറബികളെ മുഴുവൻ തുടച്ചു നീക്കണമെന്ന്. 1917 ബാൽഫർ ഡിക്ലറേഷനിൽ നമുക്കറിയാം 94% ജനങ്ങളും അറബികളായിരുന്നിടത്തേക്കാണ് കുടിയേറ്റക്കാരെ കൊണ്ടുവന്ന് നിറച്ച കൊളോണിയൽ അധിനിവേശത്തിൻ്റെ ഭാഗപത്രമായിട്ടാണ്. എപ്പോഴെങ്കിലും ചരിത്രത്തിൽ ഈ മനുഷ്യരെ, യഹൂദരെ ഏതെങ്കിലും തരത്തിൽ ഇസ്ലാം മതമോ അതല്ല അറബികളോ ശത്രുക്കളായി കണ്ടിട്ടുണ്ടോ? ഇസ്ലാം മതം അല്ലെങ്കിൽ അറബികളും സഹോദര തുല്യമായി കണ്ടതാണ് ദാവീദിൻ്റെ പിന്തലമുറക്കാരെ. ആ ദാവീദിൻ്റെ പിന്തലമുറക്കാരായിട്ടുള്ള യഹൂദരെ ചേർത്തുപിടിച്ച പാരമ്പര്യമാണ് പലപ്പോഴും ഇസ്ലാം മതത്തിനുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഖലീഫ 2 ഒരുപക്ഷെ അതുകൊണ്ടാണ് ഈ ഇസ്രായേൽ നിൽക്കുന്ന പലസ്തീൻ പ്രദേശം കീഴടക്കിയതിനു ശേഷം അവിടെ ഒരു യഹൂദ ഗവർണറെ തീരുമാനിക്കുന്ന പ്രഖ്യാപനമുണ്ടായത്. ഒരുപക്ഷെ അന്നു തന്നെ യഹൂദ വിരുദ്ധമുണ്ടായിരുന്നു എങ്കിൽ ആ ഖലീഫയ്ക്ക് അന്നു തന്നെ ആ യഹൂദരെ ആകമാനം കൊന്നൊടുക്കുന്നതിനുള്ള സൈനിക ശേഷി ഉണ്ടായിരുന്നു എന്ന ചരിത്ര വസ്തുത കൂടി നാം പരിശോധിക്കേണ്ടതാണ്. എപ്പോഴാണ് ഈ യഹൂദരെ ഇസ്ലാം മതം വേട്ടയാടിയിട്ടുള്ളത്? ആരാണ് യഹൂദരെ വേട്ടയാടിയിട്ടുള്ളത്? മിഡിൽ ഈസ്റ്റിൽ ആണെങ്കിൽ അന്ന് ബാബിലോണിയക്കാർ വേട്ടയാടിയിട്ടുണ്ട്. അതിനുശേഷം റോമാക്കാർ യഹൂദരെ വേട്ടയാടിയിട്ടുണ്ട്. കുരിശുയുദ്ധ കാലത്ത് ക്രിസ്തുമതക്കാർ വേട്ടയാടിയിട്ടുണ്ട്. അതിനുശേഷം യഹൂദർ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ വേട്ടയാടലുകൾ ഹോളോകോസ്റ്റിൻ്റെ സമയത്താണ്. അതൊന്നും ഈ പറയുന്ന പശ്ചിമേഷ്യയിലായിരുന്നില്ല. ആ യഹൂദർ വേട്ടയാടപ്പെട്ടതാകമാനം യൂറോപ്യൻ രാജ്യങ്ങളിലായിരുന്നു. സ്പെയിനും ബ്രിട്ടനും ഫ്രാൻസും അടക്കം യഹൂദരെ 1299 മുതലുള്ള കാലഘട്ടങ്ങളിൽ രാജ്യത്തിന് പുറത്താക്കുന്ന ചരിത്രമാണ് ഉണ്ടായിരുന്നത്. മോൺഗ്രീൽ എന്ന പേരിൽ പോലും അവരെ അപഹസിക്കുന്ന തരത്തിലേക്ക് ചരിത്രകാരന്മാർ 19-ാം നൂറ്റാണ്ടിൽ പോലും എഴുതി വെക്കുന്ന പ്രത്യയശാസ്ത്ര പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു യൂറോപ്പിൽ. ആ യൂറോപ്യൻ വസ്തുതകൾക്ക് ആ യൂറോപ്യത്തിൻ്റെ കൊടും പാതകമാണ് ഇന്ന് പലസ്തീൻ ജനത അനുഭവിക്കുന്നത്. നമുക്കറിയാം. ഇപ്പോൾ പറയും പലസ്തീൻ ഭൂപ്രദേശത്ത് യഹൂദരാകമാനം വില കൊടുത്തു വാങ്ങിയ ഭൂമിയിലാണ് താമസിക്കുന്നത്. ആ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ നിന്ന് 22% ഭൂമി നൽകാമെന്ന് 1917 ഉണ്ടായിരുന്നു എങ്കിൽ 1948 എത്തിയപ്പോൾ ബ്രിട്ടൻ്റെ പതനത്തിന് ശേഷം സംഭവിച്ചിട്ടുള്ളത് 56-44 എന്ന അനുപാതത്തിൽ ഭൂമി വിഭജിച്ചു നൽകുന്ന സാഹചര്യമാണ്. 84% അറബികളും 10% ക്രിസ്ത്യാനികളും 6% മാത്രം യഹൂദരും ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ ഇന്ന് ആ പലസ്തീൻ ജനതയാകമാനം അല്ലെങ്കിൽ അവിടുത്തെ അറബികളെ ആകമാനം ആട്ടി ഓടിക്കപ്പെടുകയോ പലായനം ചെയ്യപ്പെടേണ്ടയോ വിധിച്ചവർ, ആ വിധിച്ചവരെ അതിനുശേഷം അവിടെ ആ മണ്ണിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞ് ജീവിച്ച മനുഷ്യരെ കൊന്നൊടുക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടും വംശഹത്യയല്ല എങ്കിൽ പിന്നെ മറ്റെന്തു പേര് വിളിച്ചാണ് അതിനെ ന്യായീകരിക്കാനാവുക? ഗസയിൽ നടക്കുന്നത് 100% വംശഹത്യയാണെന്നുള്ളതിന് മറ്റു തെളിവുകൾ ഏതെങ്കിലും ആവശ്യമുണ്ടോ? ചരിത്രത്തിൽ ഒരു 100 കൊല്ലത്തെ ചരിത്രം മാത്രം പരിശോധിച്ചാൽ ഒരുപക്ഷെ ക്രിസ്തുവിനും 2000 വർഷം മുമ്പ് യഹൂദർ അനുഭവിച്ചിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ മാറ്റി നിർത്തിക്കൊണ്ട് കഴിഞ്ഞ 100 കൊല്ലത്തെ വർത്തമാനകാല ചരിത്രം മാത്രം പരിശോധിച്ചാൽ നമുക്ക് തിരിച്ചറിയാനാകും എന്താണ് പലസ്തീൻ ജനതയ്ക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവരൊരു രാഷ്ട്രത്തിനു വേണ്ടി ദ്വരാഷ്ട്രവാദം എന്ന അർത്ഥത്തിൽ UN അടക്കം ദ്വരാഷ്ട്രവാദം അംഗീകരിച്ചിട്ടും ലോകത്തെ മഹാഭൂരിപക്ഷം രാജ്യങ്ങളും അംഗീകരിച്ചിട്ടും ഇന്നും അംഗീകരിക്കാത്ത നിഷേധാത്മക നിലപാടെടുക്കുന്ന ഒരേ ഒരു രാജ്യമുണ്ട് എങ്കിൽ അത് ഇസ്രായേലാണ്.
പക്ഷേ അവരുടെ ഗതികേട് നാം കണ്ടതുമാണ്. ഒരിക്കൽ പോലും ഹമാസ് എന്ന് പറയുന്നതിനെ ഒരു സംഘടന എന്നതിനപ്പുറം തീവ്രവാദി എന്ന് മാത്രം വിളിച്ചിരുന്ന അതേ ഇസ്രായേൽ ഭരണാധികാരികൾക്ക് ഹമാസിനൊപ്പം ഒരു മേശയ്ക്ക് ചുറ്റും കൈറോയിൽ ഇരുന്ന് ചർച്ച ചെയ്യേണ്ടി വന്നു എന്നുള്ളത് ചരിത്രത്തിൻ്റെ വിധിവൈപര്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരം വിധിവൈപര്യങ്ങളിലൂടെ കടന്നു വരേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് പുതിയ ഏകലോകക്രമത്തിലേക്ക് ലോകത്തെ മാറ്റിമറിക്കുന്ന രാഷ്ട്രീയ ചക്രവാളങ്ങൾ ഉരുണ്ടുകൂടുന്നത് എന്ന തിരിച്ചറിവ് കൂടി വേണം. അവിടെ നിന്നുകൊണ്ട് വേണം ഗസ എന്ന് പറയുന്ന ആ കൊച്ചു തുരുത്തിലെ പാവപ്പെട്ട മനുഷ്യരനുഭവിക്കുന്നത്. ഗസയിൽ ഒരുപക്ഷെ ഹമാസ് നിയന്ത്രിതമെന്ന നിലയിലോ ഹമാസിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ജനവിഭാഗം എന്ന നിലയിലോ ആ പാവം മനുഷ്യർ ഇതൊക്കെ അനുഭവിച്ചു എന്ന് സമാധാനിക്കാമെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ പാലസ്തീൻ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലാണ്. ഇസ്രായേൽ നിയന്ത്രിതമായിട്ടുള്ള ABC എന്ന് തരംതിരിച്ചിരിക്കുന്ന പാലസ്തീൻ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലുള്ള ആ വെസ്റ്റ് ബാങ്കിൽ നിന്നും 4000-ഓളം പലസ്തീനികളെയാണ് 2023 ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേൽ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നത്. ആ ഇസ്രായേൽ പിടിച്ചു ജയിലിലടയ്ക്കപ്പെട്ടിരിക്കുന്ന 4000-ഓളം പലസ്തീനികൾ ഈ ഒക്ടോബർ 7-ൽ നടന്ന കൂട്ടക്കൊലയ്ക്ക് എന്തുത്തരവാദിത്തമാണ് അവർ പറയേണ്ടത്? 1000-ഓളം പാവം മനുഷ്യരെ വെസ്റ്റ് ബാങ്കിലടക്കം കൊന്നൊടുക്കിയിട്ടുണ്ട്. അതിനെന്തുത്തരമാണ് പറയാൻ കഴിയുക? IDF നടത്തുന്ന മനുഷ്യത്വരഹിതവും നീതി അർഹിക്കാത്തതും ആയിട്ടുള്ള പ്രവൃത്തികളെ ഏത് കോണിലൂടെ ഏത് ചിന്താഗതിയിലൂടെയാണ് നമുക്ക് ന്യായീകരിക്കാനാവുക എന്ന വലിയ ചോദ്യമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നത്. ആ പൊതുമധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴും ഗസയിൽ നടക്കുന്നത് വംശഹത്യയല്ല, അവിടെ നീതി നിഷേധമില്ല. അവിടെ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ 2 തരം പൗരത്വ നീതിയാണ് അവിടെ നിലനിൽക്കുന്നത്. ഒരു രാജ്യം അവിടുത്തെ ജനങ്ങളോട് 2 തരം പൗരത്വം സ്വീകരിക്കുന്നു. അവിടെ ഒരു തരത്തിലുള്ള പൗരാവകാശങ്ങളും പലസ്തീനികൾക്കില്ല. അവർ 2 തരം നിയമങ്ങളെയാണ് സമീപിക്കുന്നത്. 2 തരം നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം സിവിൽ നിയമങ്ങളിൽ നിൽക്കപ്പെടുമ്പോൾ പാവപ്പെട്ട പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം മിലിറ്ററി ഓർഡറുകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ അവരെ ഒരു വിചാരണ പോലും കൂടാതെ ശിക്ഷിക്കുന്നതിനും വിചാരണ കൂടാതെ തടങ്കലിലടയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ മാത്രം മിലിറ്ററി ഓർഡറുകളിലൂടെ മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ജനതയാകമാനം ഒരു ഭൂപ്രദേശത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എല്ലാ കാലത്തും പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആവശ്യകതയെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും അടക്കമുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീപ്പോരാളികൾ അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഇന്നും തുടരുന്നു എന്ന കാര്യത്തിൽ ചിലപ്പോൾ ചില സന്ദേഹങ്ങൾ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന വസ്തുത കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു അഡ്വക്കേറ്റ് അസ്കർ. അടുത്ത അവസരം RC. ഇതിനുശേഷം ഉപസംഹാരം നടക്കുന്നതാണ്. താങ്ക് യു മിസ്റ്റർ ഹസ്കർ. അദ്ദേഹം കഴിഞ്ഞ റൗണ്ടിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ വിട്ടുപോയിരുന്നു. അദ്ദേഹത്തിൻ്റെ നാമം കണ്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നിയതുകൊണ്ടാണോ പുള്ളി ഹമാസുമായി എന്നെ അനുകൂലമാണ് എന്ന് പറഞ്ഞതിൽ ഞാനൊരു ഒബ്ജക്ഷൻ ഉന്നയിച്ചു. എന്താണ് എൻ്റെ പേരാണോ പ്രശ്നം എന്നുള്ള രീതിയിൽ ഇദ്ദേഹം സംസാരിച്ചു. ഈ ഒരു വേദിയിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെയൊക്കെയുള്ള ഒരു വാദം ഉന്നയിക്കുന്നത് വളരെ മോശമാണ്. താങ്കൾ ഹമാസിനെ അനുകൂലിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അല്ലാതെ താങ്കളുടെ അത് എന്തിനാ ഇങ്ങനെയൊക്കെ പോട്ടെ, സോറി. ഇനി ഇദ്ദേഹം അത് വംശഹത്യയല്ലേ എന്ന് ചോദിക്കുന്നു. ഈ വംശഹത്യ എന്താണെന്ന് അദ്ദേഹം പറയുന്നില്ല. ആദ്യം ഞാനൊരു ഡെഫിനിഷനും കൊടുത്തു. ഞാൻ മെൻസ്രയെ കുറിച്ച് സംസാരിച്ചു, ഡോൾസ് സ്പെഷ്യാലിസ്റ്റിനെ കുറിച്ച് സംസാരിച്ചു. അങ്ങനെ ഒന്നും ഇസ്രായേലിൻ്റെ ആക്രമണത്തിലില്ല. ഇസ്രായേൽ അവിടെ പ്രത്യാക്രമണത്തിന് ബന്ദികളെ നേടിയെടുക്കാനായിട്ട് വന്നതാണ്. റോക്കറ്റ് അവിടുന്ന് വിടുന്നു, ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വരുന്നു. 6000-7000 റോക്കറ്റുകൾ ഒരു ദിവസം വരുന്നു, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നു. അവർ കോടിക്കണക്കിന് ഡോളേഴ്സ് ചെലവഴിച്ച് അത് തടയാൻ പറ്റാത്തത് വീഴുന്നു. അതിനൊക്കെ ഒരു പരിഹാരം വേണം, ബന്ദികളെ വേണം. ഇതിനാണ് ഇസ്രായേൽ അവിടെ വരുന്നത്. ഇസ്രായേലിന് ഒരു പ്ലാനുമില്ല. ഗാസയിലുള്ള ജനങ്ങളെ കൊല്ലാനായിട്ട് ഒരു പ്ലാൻ എന്തായാലും ഒക്ടോബർ 23-ന് ഇല്ല. ആസൂത്രണമില്ല, പ്ലാനില്ല, ഇന്റൻഷൻ ഇല്ല. മെൻസ്ര ഇല്ല അവിടെ.
പിന്നെ അവിടെ കൊല്ലപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹമാസ് ആണ് ശരിക്കും അവിടെ എന്തെങ്കിലും ഹത്യ നടക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം. അതുകൊണ്ടാണ് ലിബറേറ്റ് പാലസ്തീൻ ഓർ ഫ്രീ പാലസ്തീൻ ഫ്രം ഹമാസ് എന്ന് നമ്മൾ പറയുന്നത്. ഹ്യൂമൻ ഷീൽഡുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു യുദ്ധക്കുറ്റമാണല്ലോ. കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു യുദ്ധക്കുറ്റമാണല്ലോ. യുദ്ധക്കുറ്റങ്ങൾ വഴി തുടങ്ങിയതാണ്. ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരുപാട് പേര് കൊല്ലപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അത് വംശഹത്യ ആവുമെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളെല്ലാം വംശഹത്യയാണ്. എന്താണ് അതിൻ്റെ വ്യത്യാസം? എന്തുകൊണ്ടാണ് യുക്രൈനിൽ നടക്കുന്ന വംശഹത്യ അല്ലാത്തത്? ഞാൻ ഇദ്ദേഹത്തോട് കുറേ വംശഹത്യ അല്ലാത്തതിൻ്റെ ചോദ്യം ചോദിച്ചു, അദ്ദേഹം മിണ്ടുന്നില്ല. വീണ്ടും ചോദിക്കുകയാണ്, വംശഹത്യ അല്ലെന്ന് എങ്ങനെ പറയും? എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ആസൂത്രിതമായി ഒരു ജനതയെ പൂർണ്ണമായോ ഭാഗികമായോ കൊല്ലാനായിട്ട് ഒരു സൈന്യം വരികയോ അല്ലെങ്കിൽ ഒരു കൂട്ടർ വരികയോ ചെയ്യുന്നതല്ലേ? ഇവിടെ കൊളാറ്ററൽ ഡാമേജ് ആയിട്ടാണ് ഇത്രയധികം മരണങ്ങൾ സംഭവിക്കുന്നത്. ഈ മരണങ്ങൾ ഇപ്പോൾ 65,000 പേര് മരിച്ചു എന്ന് പറയുന്നതിൽ ഇസ്രയേലിൻ്റെ വാദം എന്താണ്? 20,000+ ഹമാസ് ഭീകരരാണ്. ബാക്കി 18,000 കുട്ടികൾ മരിച്ചു എന്ന് പറയുന്നത് 1 മുതൽ 18 വയസ്സ് വരെയുള്ള മനുഷ്യരെയാണ് കുട്ടികളെന്ന് പറയുന്നത്. ഗാസൻ പോപ്പുലേഷൻ്റെ 50% 18 വയസ്സിൽ താഴെയുള്ളവരാണ്. അപ്പോൾ അവിടെ ഈ ഹോസ്പിറ്റലുകളിലും യൂണിവേഴ്സിറ്റികളിലും UN കേന്ദ്രങ്ങളിലും ആശുപത്രികളിലും ഒക്കെ തന്നെ ഈ റോക്കറ്റ് ലോഞ്ചേഴ്സും കൊണ്ടും തുരങ്കങ്ങളുമായിട്ട് ഈ ഭീകരന്മാർ പോകുമ്പോൾ അവരെ തേടി അവരെ ടാർഗറ്റ് ചെയ്ത് ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ കൊല്ലപ്പെടാം. തീർച്ചയായിട്ടും കൊല്ലപ്പെടുന്നില്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു ഹ്യൂമൻ ഷീൽഡ് എന്ന് പറയുന്നത് ഒരു കുറ്റമാണ്. ഇത് ഇവരെ പ്രിയപ്പെട്ട ഏജൻസി ആയിട്ടുള്ള UN ഏജൻസികൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതും ശക്തമായ സംശയം ഉന്നയിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യമാണ് മുന്നേ തന്നെ ഹ്യൂമൻ ഷീൽഡ്. അതുകൊണ്ടാണ് ഇത്രയും വരുന്നത്. എന്നാൽ പോലും ഈ 65,000 പേരെന്ന് പറയുന്നത് ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളുടെ ഒരു നിരക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2:1 മാക്സിമം, അത് ഏറ്റവും കുറവാണ്. സിവിലിയൻസും പട്ടാളക്കാരും തമ്മിലുള്ള അനുപാതം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറവാണ് ഇപ്പോഴത്തെ ഏത് രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നോക്കുകയാണെങ്കിലും ഗാസയിൽ നടക്കുന്നത്. അതിനെയാണ് താങ്കൾ വംശഹത്യ എന്ന് പറയുന്നത്. അതിന് വാട്ട് അബൌട്ട് യുക്രൈൻ? 15 ലക്ഷത്തോളമാണ് അവിടുത്തെ കാഷ്വാലിറ്റി, 1.5 മില്യൺ. താങ്കൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇപ്പം സുഡാനിൽ നടക്കുന്നു. സുഡാനിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ലൈവായിട്ടുള്ള വാർ. താങ്കൾ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഇവിടെ എല്ലാം ഇതേ കണക്ക് മാസീവായിട്ടുള്ള കാഷ്വാലിറ്റി ഉണ്ടാകുന്നു എന്നുള്ളത് വംശഹത്യയുടെ അതല്ല വംശഹത്യ. വംശഹത്യ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടേമാണ്. ഇത് യുദ്ധം മൂലം കൊല്ലപ്പെടുന്ന ആളുകൾ ഒരുപാട് നമ്പർ കൊല്ലപ്പെടുന്നതുകൊണ്ട് വംശഹത്യ ആവുന്നില്ല. ഇസ്രായേലിന് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് എന്തിനാണ് ആക്രമിക്കുന്നതിന് മുമ്പ് അവർ അറിയിപ്പ് കൊടുക്കുന്നത്? എന്തിനാണ് അവർ മെസ്സേജ് അയക്കുന്നത്? എന്തിനാണ് അവർ ലീഫ്ലെറ്റുകൾ വിതരണം ചെയ്യുന്നത്? ഈ ലീഫ്ലെറ്റുകൾ കോടിക്കണക്കിന് ലീഫ്ലെറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. എന്തിനാണ്? നിങ്ങൾ മാറിപ്പോകാനാണ് പറയുന്നത്. ഈ മാറിപ്പോകാൻ എന്താണ് പറയുന്നത്? കൊല്ലാനാണെങ്കിൽ മാറിപ്പോകാൻ പറയണോ? ഏതെങ്കിലും ഒരു രാജ്യം അങ്ങനെ ആക്രമിക്കാറുണ്ടോ? ഇപ്പൊ സെലൻസ്കിയോട് പുടിൻ പറയും, ഞാൻ നിങ്ങളുടെ അവിടെ അടിക്കാൻ പോകുന്നു, അവിടെ എല്ലാവരും മാറിപ്പോകുമെന്ന് പറഞ്ഞാൽ അവരെല്ലാം മാറിപ്പോകും. അവിടെ ഒരു മരണവും നടക്കില്ല. അവരത് പ്രതിരോധിക്കുകയും ചെയ്യും. സ്വന്തം യുദ്ധരഹസ്യങ്ങൾ പോലും തങ്ങളെ എവിടെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളത് പോലും മുൻകൂട്ടി പറഞ്ഞ് യുദ്ധം ചെയ്യുക, യുദ്ധത്തിന് വിധേയരാകുന്നവർക്ക് ആഹാരം കൊടുക്കുക, മരുന്ന് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇതേതെങ്കിലും ഒരു ആർമി ചെയ്യുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇസ്രായേൽ അത് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ ആരെയാണോ ആക്രമിക്കുന്നത് അവർക്ക് മരുന്നും ആഹാരം കൊടുക്കുക, അവരെ അറിയിച്ച് അവരെ അവിടുന്ന് മാറ്റുക, അവർക്ക് ടെന്റിന് സ്ഥലം അനുവദിക്കുക. ഇങ്ങനെ ഒരു ആർമി യുദ്ധം ചെയ്യുന്നത് എന്തിനാ യുദ്ധം ചെയ്യുന്നത്? ബന്ദികളെ വിട്ടുതരാൻ. നോക്കൂ, ഏതെങ്കിലും ഒരു വംശഹത്യ ഉണ്ടാണോ? ഇരകൾ എന്ന് പറയുന്നവർ തുടങ്ങി വെക്കുന്ന വംശഹത്യ എവിടെയെങ്കിലും ഉണ്ടോ? ഇരകളെന്ന് പറയുന്നവർ അവസാനിപ്പിക്കുന്ന വംശഹത്യ എവിടെയെങ്കിലും ഉണ്ടോ? ഇരകളെന്ന് പറയുന്നവർ തങ്ങളാണ് വിജയിച്ചത് എന്നെപ്പോഴും പറയുന്ന ഒരു വംശഹത്യ എവിടെയെങ്കിലും ഉണ്ടോ? വംശഹത്യ നടക്കുന്നതിനിടയിലും ഇരകളുടെ എണ്ണം, ജനസംഖ്യ കൂടുന്ന ഒരു വംശഹത്യ എവിടെയെങ്കിലും ഉണ്ടോ? ഈ ഗാസയിൽ ഇപ്പൊ നവീ പിള്ളയുടെ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ജനനം തടയുന്നു എന്നാണ് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ഇവിടെ 1.3, 1.4 ഒക്കെയാണ് ഇവിടുത്തെ ഫെർട്ടിലിറ്റി റേറ്റ് എറണാകുളം ജില്ലയിൽ. ഗാസയിൽ 2023, 24, 25 3.9, 3.7, 3.5 3.5 ആണ്. അത് അവിടെ ചുറ്റുമുള്ള രാജ്യങ്ങളിലും മധ്യേഷ്യയിലും ലോകത്ത് 2.6 ആണ്. ലോകം എങ്ങുമില്ലാത്ത കാണാത്ത രീതിയിലുള്ള ജനനനിരക്കുള്ള ഒരു സ്ഥലത്ത് ഇസ്രയേല് ജനനം തടഞ്ഞു എന്നാണ് നവീ പിള്ളയുടെ റിപ്പോർട്ട് പറയുന്നത്. എന്ത് റിപ്പോർട്ടാണെന്ന് ആലോചിച്ച് നോക്കുക. അവർ വലിയൊരു ആന്റിസെമിറ്റാണ്. ഇതാണ് UN റിപ്പോർട്ടിന്റെ ഗുണം. ജനസംഖ്യ തടയുന്നു, പക്ഷെ അവിടെ നോക്കുമ്പോൾ ജനസംഖ്യ കൂടുന്നു, പെട്ടെന്ന് ഇരട്ടിക്കുന്നു പോപ്പുലേഷൻ.
ഒരു കുട്ടിക്ക് ഒരമ്മയ്ക്കുള്ള കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ലോക ശരാശരിയിൽ കൂടുതലാണ്, മധ്യേഷ്യൻ ശരാശരി കൂടുതലാണ്, ഇസ്രയേലിലെ ശരാശരി കൂടുതലാണ്, എല്ലായിടത്തും കൂടുതലാണ്. എന്നിട്ട് പറയാം അവിടുത്തെ ജനസംഖ്യ കുറയുന്നു അല്ലെ തടയുന്നു. എന്തേ ഉദ്ദേശിക്കുന്നതുകൊണ്ട്? ഇനി വേറെ കാര്യം, അദ്ദേഹം പറഞ്ഞു ഈ ഫ്രം റിവർ ടു സീ എന്നുള്ള മുദ്രാവാക്യത്തെക്കുറിച്ച്. ഇതെന്താ ശരിക്കും? അത് വംശഹത്യയല്ലേ? അദ്ദേഹം ഈ വേദിയിൽ അത് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു അമേരിക്കൻ കോൺഗ്രസിൽ ഒരു പാർലമെന്റ് അംഗം ഈ മുദ്രാവാക്യം വിളിച്ചതിന് സെൻസർ നേരിടേണ്ടി വന്നു. ഇദ്ദേഹം ഇതിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വംശഹത്യാ മുദ്രാവാക്യമാണെന്ന് തിരിച്ചറിയണം. റിവറിനും സീക്ക് ഇടയിൽ ജൂതന്മാരുള്ളത്, ജൂതന്മാരെ തീർക്കണമെന്ന് തന്നെയാണ് താങ്കൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞത്. ഇനി ഇദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, അധിനിവേശത്തിന്റെ കാര്യം പറഞ്ഞു. അവരെങ്ങാന്ന് യൂറോപ്പിൽ നിന്ന് ഓടി ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ജൂതന്മാർ യൂറോപ്പിൽ ചെന്നത്? യൂറോപ്പിലുണ്ടായ മതമാണോ ജൂതമതം? യൂറോപ്പിൽ എങ്ങനെയാണ് ജൂതന്മാർ ചെന്നത്? നോക്കൂ, ജെറുസലേമിലേക്ക് ഉമർ അധിനിവേശം നടത്തിയതാണ്, കീഴടക്കിയതാണ്, വെട്ടിപ്പിടിച്ചതാണ്, കൊന്നു തള്ളിയാണ് ഉമർ വന്ന് കയറിയത്. ഉമർ എവിടെ കിടക്കുന്നു? മക്കയിലോ മദീനയിലോ ആ റീജിയനിൽ കിടക്കുന്ന ഒരു അറബിയൻ വാർലോഡ് എങ്ങനെയാണ് ജെറുസലേമിൽ എത്തുന്നത്? അന്ന് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻസ് ഉണ്ട്, അവിടെ ജൂതന്മാരുണ്ട്, മറ്റ് ട്രൈബുകളുണ്ട്. അധിനിവേശം നടത്തി തന്നെയാണ് ഈ അൽ-അഖ്സ പള്ളിയും ഇതേപോലെയുള്ള വെസ്റ്റ് ബാങ്കിലും ഒക്കെ ഇവിടെ അറബ് വംശജർ വന്നിട്ടുള്ളത്. അങ്ങനെയാണ്. തൊട്ടുപുറത്തുള്ള ജോർഡൻ നോക്കൂ, ജോർഡനിലെ കിങ് ആരാണ്? ആഷ്മേറ്റ് വംശാവലിയാണ്, മുഹമ്മദിന്റെ വംശാവലിയാണ്. മുഹമ്മദിന്റെ വംശാവലിപ്പെട്ട ഒരാൾക്ക് ഈ പറയുന്ന ഇവിടെ എന്താണ് കാര്യം? വന്നതാണ്, കൊണ്ടുവന്ന് വെച്ചതാണ്, കൊളോണിയൽ പ്രോജക്റ്റാണ് ജോർഡനിലെ രാജവംശം. ജൂതന്മാര് യൂറോപ്പിൽ പോയെങ്കിൽ അതിന്റെ അർത്ഥം അവർ വേറെ എവിടുന്നോ അടിച്ചോടിക്കപ്പെട്ടു എന്നാണ്. അവിടുന്ന് അവർ തിരിച്ചു വന്നെങ്കിൽ അവിടുന്ന് അവർ അടിച്ചോടിക്കപ്പെട്ടു എന്നുള്ളതാണ്. പലായനത്തിലൊരു ജനതയാണ്. അതിൽ ആദ്യത്തെ കുറ്റവാളി ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ കഴിഞ്ഞ 100 വർഷമായി അവരെ പീഡിപ്പിക്കുന്നത് ഇസ്ലാമാണ്. ഇവിടെ പലരും പറയും അത് ക്രിസ്ത്യാനിറ്റി അല്ലേ. ഞാൻ അടുത്ത ഒരു സംവാദം കേട്ടോ, അത് ക്രിസ്ത്യാനിറ്റി അല്ലേ? ഞങ്ങളുടെ ചക്ര മതക്കാരല്ലല്ലോ. നിങ്ങളുടെ ചക്ര മതക്കാര് ഹിറ്റ്ലർക്ക് ഒത്താശ ചെയ്തു കൊടുത്തു. ഹുസൈനിയുടെ കഥ ഞാൻ പറയണോ? ഹുസൈനിയുടെ കഥ പറയണോ? പിന്നെ അതിനുശേഷം നടന്ന ജൂതനെതിരെ എന്തുകൊണ്ടാണ് ഇസ്രയേലില് അറബ് ജൂതന്മാർ ഇത്രയും കൂടിയത്? മൊറോക്കയിൽ നിന്നും, ട്യൂണീഷ്യയിൽ നിന്നും, ഇറാഖിൽ നിന്നും, ഇറാനിൽ നിന്നും. ഇറാൻ പേർഷ്യയാണ്. ബാക്കി വരുന്ന ഒരുപാട് അറബ് രാജ്യങ്ങളിൽ നിന്ന് ജൂതന്മാർ ഇസ്രയേൽ വന്ന് അടിയാണ്. അവിടെ ഒന്നും ഇല്ല ജൂതന്മാരിൽ. അതേസമയം എന്താണ് പാലസ്റ്റീനിയൻസ് അന്നത്തെ സമരം, ആദ്യം ഉണ്ടായ സമരം, UN-ന്റെ കണക്ക് പറഞ്ഞു. UN എന്താ കണക്ക് പറഞ്ഞത്? ആദ്യം ബാൽഫർ ഡിക്ലറേഷന് ശേഷം ആദ്യത്തെ ബ്രിട്ടീഷ് പ്രപ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% ലാൻഡ് ജൂതന്മാർക്കും 90% അറബുകൾക്കുമായിരുന്നു. എങ്ങനെ? ഈ പലസ്തീൻ, അതായത് മാൻഡേറ്റ് ഓഫ് പാലസ്റ്റീനിലെ 78% നിന്ന് വെച്ച് ഒരു ജോർഡൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വന്ന സ്ഥലത്തിലെ 90% അറബുകൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു. കേട്ടില്ല. പിന്നെ അത് 80% കൊടുക്കാം, 80-20 എന്നും പറഞ്ഞ് പീൽ റിപ്പോർട്ട് വന്നു. സമ്മതിച്ചില്ല. കാരണം അന്ന് പറഞ്ഞെന്തറിയോ? ഞങ്ങൾക്ക് കൂടുതൽ മരുഭൂമിയാണ്. അപ്പൊ UN പറഞ്ഞു മരുഭൂമി ഇസ്രയേൽ എടുത്തോണ്ട് 55-45. അത് സമ്മതിച്ചില്ല. UN ഭയങ്കര ബഹുമാനമാണ്. UN നിയമം ഇസ്രയേൽ അംഗീകരിച്ചു, ഇവർ അംഗീകരിച്ചില്ല. അങ്ങനെയാണ് യുദ്ധം ഉണ്ടായത്. നോക്കൂ, ഓസ്ലോ കരാറിൽ ഇപ്പോഴത്തെ വെസ്റ്റ് ബാങ്കിന്റെ 96% ബാക്കി വരുന്ന 4% മെയിൻലാൻഡ് ഇസ്രയേലിനും ഗാസയിൽ നിന്നും കൊടുക്കാന്ന് പറഞ്ഞു. അതുപോലും ബിൽ ക്ലിന്റന്റെ മധ്യസ്ഥ ശ്രമത്തിൽ ഇവർ അംഗീകരിച്ചില്ല. നമ്മുടെ സംവാദത്തിൻ്റെ വാദപ്രതിവാദ റൗണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അതിനുശേഷമുള്ള 10 മിനിറ്റ് വീതമുള്ള ഉപസംഹാരത്തിനുള്ള അവസരമാണ്. ഈ ഉപസംഹാരത്തിനുള്ള അവസരത്തിൽ ഒരിക്കലും പുതിയ വാദഗതികൾ ഉന്നയിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ആദ്യം സംസാരിച്ച ആളെന്ന നിലയിൽ അസ്കർ സാറിന് അവസാനത്തെ അവസരം കൊടുക്കുകയാണ്. അപ്പോൾ ഉപസംഹാരത്തിന് RC-യെ ക്ഷണിക്കുകയാണ്. RC-ക്ക് തുടരാം. ഓക്കെ, ആദ്യമായി എന്നോട് സംവദിക്കാനായിട്ട് ഇവിടെ എത്തിയ ശ്രീ ഹസ്കറിനും അതോടൊപ്പം തന്നെ ഈ സംവാദം നിയന്ത്രിക്കുന്ന ശ്രീ സുശീൽ കുമാറിനും എൻ്റെ നന്ദിയും അഭിവാദ്യം അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ വാദം ഉപസംഹരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇസ്രയേലും അറബുകളുമായിട്ടുള്ള സംഘർഷത്തിൽ, അന്ന് അറബ്സ് അറ്റാക്ക് പാലസ്തീൻ എന്നായിരുന്നു അന്നത്തെ പത്രവാർത്തകളൊക്കെ. 48-ലെ യുദ്ധത്തെക്കുറിച്ച് അറബ്സ് ആണ്. ഈ പാലസ്തീൻ എന്ന് പറയുന്നത് ഒരു പടപ്പാണ്, ഒരു പുതിയ പടപ്പാണ്. അത് ശരിക്കും 64-ലാണ് PLO ഉണ്ടാവുന്നത്. അത് അറബ് ലീഗ് ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. നിങ്ങൾ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും, ഞങ്ങൾ ബാക്കിയെല്ലാം തരാം. ഈ അറേബ്യൻ രാജ്യങ്ങളാണ് മിക്കവാറും. ആദ്യം ഇദ്ദേഹം പ്രസംഗം തുടങ്ങിയപ്പോൾ പറഞ്ഞു
എല്ലാവരും പോയി കൈയൊഴിഞ്ഞു, ഒന്നുമില്ല. അറേബ്യൻ രാജ്യങ്ങൾ 1948 ജൂതർക്കെതിരെ യുദ്ധം ചെയ്തിട്ട് എന്തൊക്കെയാണ് കൈവശപ്പെടുത്തിയത്? ഗോലാൻ ഹൈറ്റ്സ് സിറിയയുടെ കലായി, വെസ്റ്റ് ബാങ്ക് ജോർഡൻ അടിച്ചുകൊണ്ട് പോയി, ഗാസ ഈജിപ്റ്റ് അടിച്ചുകൊണ്ട് പോയി. ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് ഇസ്രയേലിന് 55% സ്ഥലം കൊടുത്തതാണ്. അത് മരുഭൂമി ഉൾപ്പെടെയുള്ള 50%. ബാക്കി വരുന്ന 45% അറബുകൾക്ക് കൊടുത്തതിൽ 41 ഫലഭൂഷ്ടമായ സ്ഥലമായിരുന്നു. ഇസ്രയേലിന് കൊടുത്തത് ഈ മരുഭൂമിയാണ് കൂടുതൽ. എന്നിട്ട് അവർ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചു. UN അംഗീകരിക്കുന്ന നിങ്ങളിത് അംഗീകരിക്കണ്ടേ? ഇനി 1967 ഒരാഴ്ച നീണ്ടുവന്ന യുദ്ധം, ഇസ്രായേൽ ഗാസ പിടിച്ചെടുക്കുന്നു, വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നു, ഗോലൻ ഹൈറ്റ്സ് പിടിച്ചെടുക്കുന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ PLO പറയുന്നത് ഇതൊക്കെയാണ് പാലസ്തീൻ എന്ന്. അതുവരെ ഇത് പാലസ്തീൻ അല്ല എന്ന് അവരുടെ ചാർട്ടറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഈ ഗാസ പാലസ്തീൻ അല്ല, വെസ്റ്റ് ബാങ്കും പാലസ്തീൻ അല്ല, ഗോലാൻ ഹൈറ്റ്സും പാലസ്തീൻ അല്ല, ബാക്കി ഇടയ്ക്ക് കിടക്കുന്ന സ്ഥലങ്ങൾ മാത്രമാണ് പാലസ്തീൻ. 67 യുദ്ധത്തിൽ ഇസ്രായേൽ ഇതെല്ലാം പിടിച്ചെടുത്തു, ചോരയും നീരും കൊടുത്ത് പിടിച്ചെടുത്തപ്പം ഉടനെ വാദം മാറ്റി, ഇതൊക്കെയാണ് പാലസ്തീൻ, ഗാസ ഞങ്ങളുടേതാണ്. ഇത് ആരായിരുന്ന? ഈജിപ്തിൻ്റെ കോളനി, വെസ്റ്റ് ബാങ്ക് ജോർഡൻ്റെ കയ്യിലിരുന്നതാണ്. ഇതാരാ പിടിച്ചെടുത്ത്? ഇസ്രായേൽ. അത് ഞങ്ങളുടെയാണ്. ഇത്ര അപഹാസ്യമായിട്ടുള്ള വാദങ്ങളാണ് അന്നത്തെ ഈ പാലസ്തീനിയൻ മൂവ്മെൻറ്റ് മുന്നോട്ട് വെച്ചത്. എന്തുകൊണ്ടാണ് ഈ പാലസ്തീനികളെ ഒരാളെയും ഈജിപ്റ്റ് എടുക്കാത്തത്, സൗദി എടുക്കാത്തത്? ഈവൻ ഈ പറയുമ്പോൾ കേരളത്തിലും ഒരുപാട് പേരുണ്ടല്ലോ, ഹമാസിൻ്റെ മാനസികാവസ്ഥയിലുള്ള ഹമാനസ്, അവർക്കാർക്കും ഇവരെ സ്വീകരിക്കാൻ യാതൊരു താല്പര്യമില്ല. പിന്നെ പ്രമേയം പാസ്സാക്കി എന്ന് പറയുന്നത്. പാലസ്തീൻ സ്റ്റേറ്റ്ഹുഡ്, ദിരാഷ്ട്രവാദത്തെക്കുറിച്ച് ഇടയ്ക്ക് പറഞ്ഞു. ഏതാണ് ഈ ദിരാഷ്ട്രം? 2 രാഷ്ട്രം ഏതാണ്? ഇപ്പൊ തന്നെ 3 രാജ്യമുണ്ട്. ഇതിലെ 2-3 രാജ്യത്തെ ഒരു രാജ്യമാക്കാൻ താങ്കൾക്ക് കഴിയുമോ? വെസ്റ്റ് ബാങ്ക് എവിടെ കിടക്കുന്നു, ഗാസ എവിടെ കിടക്കുന്നു, ഇസ്രായേൽ എവിടെ കിടക്കുന്നു? ഇതെങ്ങനെയാണ് ഈ ദിരാഷ്ട്രവാദം ഉണ്ടാവുന്നത്? ഇനി ദിരാഷ്ട്രവാദം വരുമെന്നിരിക്കട്ടെ, അത് ആദ്യം എന്താ വേണ്ടത്? അതിനൊരു ശ്രമമായിരുന്നു 2006 അവിടെ നടന്ന ഇലക്ഷൻ. പാലസ്തീൻ അതോറിറ്റിയും ഗാസ ഒരു ഹെഡിലാവാനായിട്ട് നടന്ന ഇലക്ഷനാണ്. എന്താ നടന്നത്? ഈ ഫത്ത എന്ന് പറയുന്ന പാർട്ടിക്കാരെ ബഹുനില കെട്ടിടങ്ങളുടെ മണ്ടയ്ക്കുന്ന് തള്ളി താഴെ ഇടുക, സിമെന്റിന്റെ സ്ലാബ് കൊണ്ടുവന്ന് മണ്ടയ്ക്കടിക്കുക, വെടിവെച്ച് കൊല്ലുക. 400 മുതൽ 600 ഫത്ത, അതായത് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ഒരു പാർട്ടിയാണ്, അവരെയാണ് ഈ ഹമാസ് കൊന്നൊടുക്കിയത് 2006. അത് 2 രാജ്യം ആകുന്നതിന് ഏറ്റവും അടുത്ത് വന്നാണ്. കാര്യം പാലസ്തീനും വെസ്റ്റ് ബാങ്കും ഗാസ ഒരു രാജ്യം, ഇസ്രായേൽ വേറെ രാജ്യം. ഞാൻ ഇദ്ദേഹത്തോട് കഴിഞ്ഞ റൗണ്ടിൽ സൂചിപ്പിച്ചു, ഓസ്ലോ കരാറിൽ എന്തായിരുന്നു? വെസ്റ്റ് ബാങ്ക് 5500 സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള ഒരു പ്രദേശത്തിന്റെ 96% കൊടുക്കാമെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഇന്ന് അതിൻ്റെ 20% പോലും അവർക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത രീതിയിൽ ജിയോ പൊളിറ്റിക്സ് മാറി. എന്നിട്ട് ബാക്കി 96%-ൽ ബാക്കി വരുന്ന 4% ഇസ്രായേൽ പ്രോപ്പറിൽ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. കിഴക്കൻ ജെറുസലേമിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഗാസ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 5600 സ്ക്വയർ കിലോമീറ്ററും 365 സ്ക്വയർ കിലോമീറ്റർ ഗാസയുടെ ആയപ്പോൾ തന്നെ ഏതാണ്ട് 5800 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു സ്ഥലം കൊടുക്കാമെന്ന് ഓസ്ലോ കരാറിൽ പറഞ്ഞപ്പോൾ എന്താണ് യാസർ അറാഫത്ത് പറഞ്ഞത്? അത് പറ്റില്ല, ഞങ്ങൾക്ക് റൈറ്റ് ടു റിട്ടേൺ വേണം, പുറത്തുള്ള ആളുകളെല്ലാം തിരിച്ചു കൊണ്ടുവരണം. അത് ഒരു പരിമിതമായ സംഖ്യ അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായിരുന്നു. പക്ഷേ ലക്ഷങ്ങളുടെ എണ്ണമാണ് ഉന്നയിച്ചത്. അന്നാണ് യാസർ അറാഫത്ത് തന്നെ ഏറ്റവും ദുഃഖിപ്പിച്ച മനുഷ്യനാണെന്ന് ബിൽ ക്ലിന്റൺ പറഞ്ഞത്. ക്ലിന്റനെ കുറിച്ച് അറാഫത്ത് പൊക്കി പറഞ്ഞു, യു ആർ എ ഗ്രേറ്റ് മാൻ. അപ്പോൾ ക്ലിന്റൺ പറഞ്ഞു, ഞാൻ ഗ്രേറ്റ് ഒന്നും അല്ല, ഗ്രേറ്റ് ആയിരുന്നിരിക്കും അവർ, പക്ഷേ എന്നെ വെറും ഒരു തോൽവിയാക്കി മാറ്റിയത് നിങ്ങളാണ്. ഇത്രയും നല്ല ഒരു പ്രപ്പോസൽ കിട്ടിയിട്ടും ഇത് സ്വീകരിച്ചില്ല. എന്നിട്ട് ചില ഘട്ടങ്ങളിൽ പകുതിയായിട്ട് സ്വീകരിച്ചപ്പോൾ യാസർ അറാഫത്ത് എന്താ പറഞ്ഞിരുന്നത്? ഇത് ഹുദൈബിയ ട്രീറ്റിയുടെ അതേൻ്റെ ഇമിറ്റേഷനായിട്ട് നമുക്കിത് എടുക്കാം, നമ്മുടെ കാര്യം കണ്ടു കഴിഞ്ഞാൽ ട്രീറ്റിയിൽ നിന്ന് പിന്മാറാം എന്ന് പറഞ്ഞ ആളാണ് യാസർ അറാഫത്ത്. അപ്പോൾ ഇസ്രായേൽ അതിൻ്റെ ചരിത്രത്തിലുടനീളം, അപ്പോൾ 47 UN ഡിക്ലറേഷൻ തൊട്ടാണെങ്കിലും അവർ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു വസ്തുതയാണ്. പിന്നെ അവർക്ക് അവിടെ റൈറ്റ് ഉണ്ട്. പറഞ്ഞ വർഷം 47 11% ജനസംഖ്യ ജൂതന്മാരെയാണ്. അവർ നല്ല പങ്കും പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്, പൈസ കൊടുത്ത് സ്ഥലം വാങ്ങിച്ചൂടെ? ഈ ലോകത്തിൻ്റെ ചരിത്രം മുഴുവൻ എങ്ങനെയാണ്? ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി താമസിച്ചല്ലേ? ഓസ്ട്രേലിയ ആരാണുള്ളത്? അമേരിക്ക ആരാണുള്ളത്?
ഈ ഉമർ അവിടെ എങ്ങനെയാണ് വന്നത്? ഈ അറബികൾ എങ്ങനെയാണ് ആഫ്രിക്കയിൽ വന്നത്? എങ്ങനെയാണ് ഇസ്ലാം എങ്ങനെയാണ് ഇറാനിൽ വന്നത്? ഇതെല്ലാം ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ ചെയ്യുന്നതാണ്, അവർ മൈഗ്രേറ്റ് ചെയ്യുന്നതാണ്, കുടിയേറുന്നവരാണ്, അവർ പലായനം ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ? ഇത് ചരിത്രത്തിലൊന്നും സംഭവിക്കാത്ത കാര്യമാണോ? അതിലേക്ക് എത്ര ഉദാത്തമായ കാര്യമാണ് പൈസ കൊടുത്ത് ഭൂമി വാങ്ങിക്കുക. പൈസ കൊടുത്ത് ഭൂമി വാങ്ങിച്ചു, പിന്നെ അവരെ പൊളിറ്റിക്കലായിട്ട് അവർ എക്സ്പാൻഡ് ചെയ്യുന്നു. അത് UN അംഗീകാരവും വരുന്നു. UN അല്ലേ നിങ്ങളുടെ ചക്കര ഏജൻസി. ഇവിടെ ഇസ്രയേൽ നിങ്ങൾ പറയുന്നു വർഷങ്ങളായിട്ട് ഇസ്രയേൽ അധിനിവേശം നടത്തുന്നു. ഇസ്രയേൽ പിടിച്ചെടുത്തതെല്ലാം വിട്ടുകൊടുത്തിട്ടേ ഉള്ളൂ. ഇനി വേറെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കാം. മിസ്റ്റർ ഹസ്കർ, ഇസ്രയേൽ മൊത്തം സ്ഥലവും പിടിച്ചെടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ, ജസ്റ്റ് കോൺകർ ചെയ്തു, പിടിച്ചെടുത്തു, പാലസ്തീനികളെ തുരത്തി. എന്താ കുഴപ്പം? ആസ് പെർ ഇസ്ലാമിക് ലോ അത് ഹലാലാണ്. അങ്ങനെയാണ് ഇസ്ലാം ലോകം മുഴുവനായിട്ടുള്ള പിടിച്ചെടുത്ത് അവിടെ നിന്നുള്ള ആളുകളെല്ലാം പറഞ്ഞ് മതം മാറ്റി, കൾച്ചറലി എല്ലാം മാറ്റി. അങ്ങനെ തന്നെയാണ് ഇസ്ലാം വ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഉമർ വന്ന് ജെറുസലേമിൽ പള്ളി ഉണ്ടാക്കിയത്. എന്താ കുഴപ്പം? ഇസ്ലാമിക നിയമം അനുസരിച്ച് തെറ്റൊന്നുമില്ല. അത് തെറ്റാവുന്ന എപ്പോഴാണ്? 1945 UN ചാർട്ടർ പ്രകാരമാണ് തെറ്റാവുന്നത്. കീഴടക്കിയ രാജ്യങ്ങൾ വിട്ടുകൊടുക്കണമെന്ന് അതിനകത്ത് പറയുന്നത്. അതുവരെയുള്ള രാജ്യങ്ങളൊന്നും കീഴടക്കിയിട്ട് ആരും വിട്ടുകൊടുത്തിട്ടില്ല. 45 വരെയുള്ള ലോക നിയമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരു രാജ്യം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിടിച്ചെടുക്കുന്ന ആളുടെയാണ് ചോരയും നീരും കൊടുത്താണ് ആ രാജ്യം പിടിച്ചെടുക്കുന്നത്. അങ്ങനെയാണ് ഈ സാമ്രാജ്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. 45 ആധുനിക മനുഷ്യനാണ്, ആധുനിക മാനവിക നിയമങ്ങളാണ്, അല്ലെങ്കിൽ യുദ്ധ നിയമങ്ങളാണ് ഈ പിടിച്ചെടുക്കുന്ന സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറയുന്നത്. ഇസ്ലാമിക നിയമം, ഹമാസിന്റെ നിയമമാണെങ്കിൽ പിടിച്ചെടുക്കുന്ന സ്ഥലം ഒഴിഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇസ്രായേൽ ഒരു കുറ്റവും ചെയ്യുന്നില്ല. ഇസ്രായേൽ കുറ്റം ചെയ്യുന്നു എന്ന് നിങ്ങൾ പറയുന്നത് ഇസ്ലാമിക നിയമം അനുസരിച്ചല്ല. ഇസ്ലാമിക നിയമം അനുസരിച്ച് ഇസ്രായേൽ ശരിയാണ്. ഇസ്രായേൽ കറക്റ്റ് കാര്യമാണ് ചെയ്തത്. ഇസ്രായേലിനകത്ത് ഒരു തെറ്റ് നിങ്ങൾ കണ്ടെത്താൻ കഴിയില്ല. പിന്നെ ബനു ഖുറൈളയുടെ കാര്യം ഞാൻ പറഞ്ഞു. ബനു ഖുറൈള തെറ്റാണെങ്കിൽ, അല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ, എങ്ങനെയാണ് ഗാസയിൽ നടക്കുന്ന യുദ്ധം തെറ്റാകുന്നത്? എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ വംശഹത്യ നടന്നത് എന്നുള്ളത് ഇനിയിപ്പോൾ എനിക്ക് സംസാരിക്കാൻ അവസരമില്ല. എനിക്ക് സംസാരിക്കാൻ അവസരമില്ലാത്തപ്പോൾ ഇന്ന കാരണങ്ങളാലാണ് അത് വംശഹത്യ എന്ന് ഞാൻ പറഞ്ഞതെന്ന് താങ്കൾ പറഞ്ഞാൽ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല. ബിക്കോസ് ഓഫ് ദ ടെക്നിക്കൽ റിജിഡിറ്റീസ് ഉള്ളതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ താങ്കൾ ഇതുവരെയും പറഞ്ഞില്ല എന്നുള്ളത് ആലോചിക്കണം. വംശഹത്യക്ക് കുറേ സേലിയൻ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. യുദ്ധക്കുറ്റങ്ങൾ അത് നിങ്ങൾക്ക് പറയാം. വൈറ്റ് ഫോസ്ഫറസിലാണ് തുടങ്ങിയത് വംശഹത്യ പറയാനായിട്ട്. പിന്നെ അപ്പാർത്തൈഡിലോട്ട് പോയി. പിന്നെ 21-ലെയും 17-ലെയും 18-ലെയും 22-ലെയും 23-ലെയും റിപ്പോർട്ട് ഉദ്ധരിച്ചു. എന്തിനു വേണ്ടി? ഈ ഗാസയിൽ നടക്കുന്ന വംശഹത്യയാണെന്ന് കാണിക്കാനായിട്ട്. ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇസ്രയേല് ഗാസയിൽ വംശഹത്യ നടത്താനായിട്ട് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ദേ ആർ വെരി വെരി പൂർ അറ്റ് ഇറ്റ്. കാരണം വംശഹത്യ നടത്തുന്നത് ഒരു ജനതയുടെ പാർട്ടായിട്ടോ ഹോളായിട്ടോ മാക്സിമം കൊല്ലുക എന്നുള്ളത് അല്ലേ, കൊന്നു തള്ളുക എന്നുള്ള. ഇസ്രായേൽ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. കൊല്ലാതിരിക്കാൻ, ഒഴിവാക്കാൻ, ആഹാരം കൊടുക്കാൻ, മരുന്ന് കൊടുക്കാൻ, മാറ്റി നിർത്തി രക്ഷിക്കാൻ, ഇതാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. അത് നടക്കുന്നില്ല. കാര്യം എന്താണ്? ജനങ്ങൾ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് തങ്ങൾക്ക് ലിവറേജ് ആണെന്ന് കരുതി മനുഷ്യരെ ഹ്യൂമൻ ഷീൽഡായിട്ട് വെക്കുന്ന ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് അവിടെ ഉള്ളത്. ആ ടെററിസ്റ്റ് ഓർഗനൈസേഷനോട് ചില കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന് വിയോജിപ്പുണ്ട്. എന്താണ്? ഇനി അവർ പുകവലിക്കും, ഇദ്ദേഹം പുകവലിക്കില്ല, അങ്ങനെ വല്ലതും ആണോ എന്ന് എനിക്കറിയില്ല. എന്താണ് ചില കാര്യങ്ങൾ? ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നാൽ, സി യു ആർ ഡിസ്റ്റർബിംഗ് മീ. യെസ് 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 ഐ വിൽ കൺക്ലൂഡ്. പ്ലീസ് 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 എൻ്റെ സമയമാണ് പോകുന്നത്. ഞാൻ ഡിസ്ട്രാക്റ്റഡ്. എന്താ ഞാൻ പറഞ്ഞത്? എൻ്റെ സമയം പോയി. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു രവിചന്ദ്രൻ സി. അടുത്തത് അഡ്വക്കേറ്റ് അസ്കർ ഉപസംഹാര പ്രസംഗം നടത്തുന്നു. അനുതാപമില്ലാത്ത അതിക്രമങ്ങൾക്ക് വിധേയമാകുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി വർത്തമാനം പറയുമ്പോൾ ആ ജനതയുടെ 1917 ബാൽഫർ പ്രഖ്യാപനത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ജനതയുടെ രാജ്യത്തിൻ്റെ ഭൂപടം നോക്കിയാൽ, ഇന്ന് 2025 ആ രാജ്യത്തിൻ്റെ ഭൂപടവും പരിശോധിച്ചാൽ വളരെ കൃത്യമായി അതിൻ്റെ തെളിവുകൾ ജോഗ്രഫിക്കലി നമുക്ക് മുന്നിൽ നിരത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. ഗസയിലെ പലസ്തീനും അതുപോലെ പാലസ്തീൻ ജനതയും അനുഭവിച്ചു വന്നിരുന്ന ചരിത്രപരമായ വംശഹത്യ എന്നുള്ളത്.
അതിന് ചരിത്രത്തിൽ ഒരുപാട് കാലം പിറകോട്ട് പോവുകയും പ്രവാസമാണ് എല്ലാത്തിൻ്റെയും മറുപടി എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇന്ത്യ നൂറ്റാണ്ടുകളോളം മുഗളന്മാർ ഭരണത്തിലിരിക്കുകയും ആ മുഗളന്മാർ വിചാരിച്ചിരുന്നു എങ്കിൽ ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമായി മാറുമായിരുന്നു എന്ന ചില അബദ്ധജടിലമായ ചിന്താഗതി പോലെ സത്യം പടിമുറ്റത്തെത്തുമ്പോൾ കളവുകൾ ചെരുപ്പിട്ട് ലോകം ചുറ്റി വരും എന്ന് പറയുന്ന ചൊല്ലുപോലെയാണ് ഗസയിൽ നടക്കുന്നത് വംശഹത്യ അല്ല എന്ന നുണപ്രചരണത്തിൻ്റെ തുടക്കവും ഒടുക്കവും എന്നുള്ളതാണ് സത്യം. കാലം അത് തെളിയിക്കും. ലോകത്താകമാനമുള്ള തെളിവുകൾ, ലോകത്താകമാനമുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഗസയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത് വംശഹത്യ തന്നെയാണ് എന്നുള്ളതിന് മറ്റൊരു തരത്തിലുമുള്ള ഒരു നീതീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള തെളിവുകളും വംശഹത്യ അല്ല സംഭവിച്ചത് എന്ന് നീതീകരിക്കുന്ന ഒരു തെളിവുകളും നമുക്ക് മുന്നിൽ നിരത്തുവാനായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. സമയം കിട്ടുമോ എന്നറിയില്ല. അമ്മയോട് പറയണം, എനിക്ക് ഹൃദയത്തിൽ തുളച്ച വെടിയുണ്ടയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്കൊന്ന് തലചായ്ക്കണം. എൻ്റെ തലയിണ എവിടെ? എനിക്കൊന്നുറങ്ങണം. യുദ്ധം പടിവാതിലെത്തിയാൽ അവരോട് പറയണം മകൻ വിശ്രമിക്കുകയാണെന്ന് പറഞ്ഞ ഗസാൻ സത്താൻ എന്ന് പറഞ്ഞ പലസ്തീൻ കവിയുടെ ഫാരിസ് ഹൗദ എന്ന് പറയുന്ന 14 വയസ്സുള്ള കുഞ്ഞിനെ രണ്ടാം ഇന്തിഫാദയുടെ കാലഘട്ടത്തിൽ 2000 ഒക്ടോബർ 29 IDFിൻ്റെ പട്ടാളക്കാർ വെടിവെച്ചു കൊന്ന ആ പിഞ്ചു കുഞ്ഞിൻ്റെ ആ മുഖമോർത്തുകൊണ്ടാണ് ഗസയിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം IDF വെടിവെച്ച് കൊന്നുകൊണ്ടേയിരിക്കുന്നു എന്ന നീതീകരിക്കാനാവാത്ത സത്യം ലോകത്തോട് വിളിച്ചു പറയേണ്ടത്. ആ ഗസയിൽ നടക്കുന്ന കൊടുംപാതകത്തിന് നിശബ്ദത പാലിക്കുക എന്ന് പറയുന്നത് നിശ്ചയമായും ലോകത്താകമാനമുള്ള ജനവിഭാഗത്തിന് അപമാനകരമാണ് എന്നുള്ളതാണ് വസ്തുതയെന്നിരിക്കെ അതിനെ മറികടക്കുന്നതിനു വേണ്ടി അവർ ലോകമാകമാനം പ്രവാസത്തിലൂടെ കടന്നു വന്ന ചരിത്രമാണുള്ളതെന്നും അതുകൊണ്ട് യഹൂദരാകമാനം വില കൊടുത്തു വാങ്ങിയ വാഗ്ദത്ത ഭൂമിയിലേക്ക് കുടിയേറ്റപ്പെട്ടവരാണ് എന്നുമുള്ള വാദമുഖങ്ങൾ 6% നിന്ന് ഇന്ന് ഇസ്രയേലിലുള്ള യഹൂദരുടെ കണക്കുകൾ പരിശോധിച്ചാൽ എത്രയെന്ന് നമുക്ക് തിരിച്ചറിയുമ്പോൾ തന്നെ എങ്ങനെയൊക്കെയാണ് പലസ്തീൻ ജനതയെ തൻ്റെ ഒന്നാം നക്ബയുടെ കാലത്ത് 1948 7 ലക്ഷത്തോളം വരുന്ന പലസ്തീൻ ജനതയെയാണ് ആ രാജ്യത്ത് നിന്ന് കുടിയൊഴിക്കപ്പെട്ട് പലായനം ചെയ്തിട്ടുള്ളത്. ഓസ്ലോ കരാറിൻ്റെ ഭാഗമായി നിശ്ചയമായും പലായനം ചെയ്യപ്പെട്ടു പോയ സ്വന്തം ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നതിനു വേണ്ടി ആഗ്രഹിച്ച ജനങ്ങളെ കൊണ്ടുവരുന്നതിനു വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങളും ഒക്കെ തന്നെ ശ്ലാഘനീയമായിരുന്നു എങ്കിൽ പോലും അത് ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും ഇസ്രായേൽ അത്തരം നടപടികളെ ന്യായീകരിച്ചിട്ടില്ല, അതിനൊപ്പം നിലകൊണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുതകളിൽ നിന്ന് ഒളിച്ചോടിയിട്ട് ആ ഇസ്രായേൽ എടുത്തിട്ടുള്ള നിലപാടുകളിൽ നിന്ന് ഒളിച്ചോടിയിട്ട് ഹമാസ് മാത്രം നടത്തുന്നത് ഭീകര ആക്രമണമാണ്, ഹമാസ് തീവ്രവാദികളാണ് എന്നത് ഒരു വശത്ത് വാദമുഖം ഉന്നയിക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേൽ നടത്തിയിട്ടുള്ള എണ്ണിയാലൊടുങ്ങാത്ത കൂട്ടക്കൊലകൾ, ഒറ്റതിരിഞ്ഞുള്ള ആക്രമണങ്ങൾ, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ യാസർ അറാഫത്തിനെ തൻ്റെ വാർദ്ധക്യകാലത്ത് വിഷം കൊടുത്തു കൊല്ലുന്നതിനു വരെ തുനിഞ്ഞ ഒരു സൈന്യ ഭരണകൂടം, ആ സൈനിക ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള തീവ്ര സയനിസ്റ്റ് ഭരണകൂടം, ആ ഭരണകൂടം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ഏതു തരത്തിലാണ്, ഏതു ചിന്തയുടെ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ടാണ് തടയാനാവുക എന്നുള്ളതാണ് ഇന്ന് ലോകമാകമാനം ഉറ്റുനോക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഞാൻ ഓർത്തു പോവുകയാണ് 1974 നവംബർ മാസം 14 UN-ൻ്റെ ജനറൽ അസംബ്ലിയിൽ ഒരു കൈയിൽ യന്ത്രത്തോക്കും മറുകയിൽ ഒലിവിൻ്റെ ചില്ലയുമായി വന്ന ലോകത്തിൻ്റെ ആകമാനം പാലസ്തീൻ്റെ പ്രതീകമായിരുന്ന യാസർ അറാഫത്ത്, ആ യാസർ അറാഫത്ത് അദ്ദേഹം നടത്തിയ ഒരു മഹത്തായ പ്രസംഗം, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഒരുപക്ഷെ മരണപ്പെട്ടു പോയേക്കാം,
എൻ്റെ കയ്യിലെ ഈ ഒലിവുമരത്തിൻ്റെ ചില്ല താഴെ വീഴാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അങ്ങനെ ലോകത്തോട് പറഞ്ഞ ഒരു ലോക നേതാവ് ഉണ്ടായിരുന്നു എങ്കിൽ, ലോകമാകമാനമുള്ള രാജ്യങ്ങൾ അംഗീകരിച്ച രാജ്യമില്ലാത്ത രാജ്യത്തിൻ്റെ ഭരണാധികാരി ഉണ്ടായിരുന്നു എങ്കിൽ ആ ഭരണാധികാരിയായിരുന്നു യാസർ അറാഫത്ത്. ആ യാസർ അറാഫത്തിനെ പോലും കൊല്ലുന്നതിന് പോലും നിർബന്ധിതമാകുന്ന ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിൽ നിന്ന് എന്ത് നീതിയാണ് അല്ലെങ്കിൽ എന്തു ന്യായമാണ് സാധാരണ പലസ്തീൻ ജനതയ്ക്ക് പ്രതീക്ഷിക്കാനാവുക എന്നുള്ള വലിയ ചോദ്യമാണ് ഇപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. പലസ്തീനിൽ നടന്നു വന്നത് അല്ലെങ്കിൽ ഗസയിൽ നടന്നു വന്നത് ഇപ്പോഴും വംശഹത്യയില്ലെന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ മതപരമായ ചട്ടക്കൂടുകൾ, ഇസ്ലാം മതവും യഹൂദ മതവുമായിട്ടുള്ള സംഘടനമാണെന്ന് അതിനെ ചുരുക്കിക്കാണുക എന്ന് പറയുമ്പോൾ ഇനി പുതിയ ലോകക്രമത്തിൽ ഞാൻ കാണുന്നത്, ഞാൻ പ്രത്യാശിക്കുന്നത്, പാലസ്തീനെ അനുകൂലിക്കുന്നവർ രാജ്യങ്ങളും പാലസ്തീനെ എതിർക്കുന്ന രാജ്യങ്ങളും എന്ന് പറയുന്ന രണ്ടു ചേരിയായിരിക്കും ലോകത്തുണ്ടാവുക. അങ്ങനെ രണ്ടു ചേരിയായി നിന്നുകൊണ്ട് ഇന്ന് ലോകമാകമാനം വേണ്ടി വരിക, നാളെയുടെ ലോകത്തിന് ചിന്തിക്കേണ്ടി വരിക എന്ന് പറയുന്നത് പലസ്തീനെ ചുറ്റിപ്പറ്റിയായിരിക്കും ലോകരാഷ്ട്രീയത്തിൻ്റെ ഗതി എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായി നാം ഓർത്തിരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയാണെന്ന് അംഗീകരിച്ചിട്ട് പോലും, തീവ്രവാദി സംഘടനയാണെന്ന് പടിയ കെട്ടിയിട്ട് പോലും ആ ഹമാസിനൊപ്പം ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് വർത്തമാനം പറയാൻ ഇസ്രായേൽ ഭരണാധികാരികൾ തയ്യാറാകേണ്ടി വന്ന ഗതികേടിലേക്ക് ലോകം മാറിയത് എന്നുള്ളതാണ് വസ്തുത. ഹമാസിനെ പോലും അംഗീകരിക്കേണ്ട സാഹചര്യം. ഈ PLO എന്ന് പറയുന്ന സംഘടനയെ ഒരു ഘട്ടത്തിൽ പോലും ഇസ്രായേൽ ആദ്യകാലങ്ങളിൽ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ പിൽക്കാല രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് ആ PLOയെ പോലും അംഗീകരിക്കുകയും ചേർത്തു നിർത്തുകയും ചെയ്ത ഒരു രാഷ്ട്രീയ ചരിത്രം ഇസ്രായേലിനുണ്ട്. ഇന്ന് US-നെ അല്ലെങ്കിൽ അമേരിക്കയെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ളതാണ് ലോകത്തിൻ്റെ ക്രമമെന്ന് ഇരിക്കെ, നാളെയുടെ ലോകക്രമം എന്ന് പറയുന്നത് പലസ്തീനെ ചുറ്റിപ്പറ്റിയായിരിക്കും. അതുകൊണ്ടാണ് ലോകത്തുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും ലോകത്തുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും ചിന്തിക്കുന്നത് പലസ്തീനിലെ ജനതയെ അനുഭവിച്ച വേദനകളെ സംബന്ധിച്ചാണ്. അത് ഒരുപക്ഷെ ഞാൻ കരുതുന്നത് അതൊരുപക്ഷെ പശ്ചിമേഷ്യയിൽ മാത്രമല്ല പ്രശ്നബാധിതമായത്. പശ്ചിമേഷ്യയിൽ ഒരുപക്ഷെ ഗസയിലെ ജനങ്ങൾ അനുഭവിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് സമ്മർദ്ദത്തിലായി ലോകത്തെ ആകമാനമുള്ള രാജ്യങ്ങൾ എന്നുള്ളതാണ് ഓർക്കേണ്ടത്. യൂറോപ്പിലും അമേരിക്കയിലും ബ്രിട്ടനിലും അടക്കം ലോകത്താകമാനമുള്ള മുഴുവൻ രാജ്യങ്ങളിലും പലസ്തീൻ അനുകൂലമായി ജനങ്ങൾ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നാം കഴിഞ്ഞ നാളുകളിൽ കണ്ടത്. രാജ്യത്ത് ലോകത്താകമാനം അത്തരത്തിൽ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഇത്തരം ഗസയിൽ നടന്ന വംശഹത്യയാണ് എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുതകളെ മാറ്റിമറിച്ചുകൊണ്ട് ഈ ലോകത്ത് യൂറോപ്പിലും ബ്രിട്ടനിലും അതുപോലെ തന്നെ മറ്റ് അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലും നടന്ന പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ തന്നെ ഏതെങ്കിലും ഇസ്ലാം മതസംഘടനകളോ ഇസ്ലാം ഫണ്ടമെൻ്റലിസ്റ്റുകളോ ഓർഗനൈസ് ചെയ്ത് അറിയിപ്പനുസരിച്ച് നടത്തിയിട്ടുള്ളതല്ല എന്നു വസ്തുത കൂടി നാം ഓർക്കുമ്പോൾ നാളെ ലോകം ചിന്തിക്കുന്നത്, നാളെ ലോകം കാണുന്നത് നിശ്ചയമായും പലസ്തീനെ ചുറ്റിപ്പറ്റിയായിരിക്കും എന്നുള്ളതാണ് വസ്തുത. എന്നെ കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം എൻ്റെ സഹസംവാദകൻ രവിചന്ദ്രൻ സാറിനുള്ള നന്ദി അറിയിക്കുന്നു, സുശീൽ കുമാറിനുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സംവാദം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് രാവിലെ 8 മണി മുതൽ ആദ്യത്തെ സംവാദം മുതൽ ഈ രാത്രി 8 മണി കഴിഞ്ഞ സമയത്തും വളരെ ക്ഷമയോടുകൂടി ഈ പരിപാടി ഈ എറണാകുളത്തുള്ള ഈ വലിയ ഹാൾ നിറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ട് എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ സംവാദങ്ങൾക്കുള്ള അവസരങ്ങൾ നമുക്ക് ഇനിയുമുണ്ട്, ഏറെ സൗഹൃദപരമായി. എന്നാൽ തങ്ങളുടെ വാദങ്ങളെ വളരെ വീറോടുകൂടി അവതരിപ്പിച്ച ഇരു സംവാദകർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ പരിപാടി വീക്ഷിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു ഓൾ.